കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം അതിന്റെ ചൂടാറും മുമ്പ് തന്നെ നടക്കുന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ആര് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും, ആര് റെക്കോർഡ് സ്ഥാപിക്കും? കോൺഗ്രസ് അവകാശപ്പെടുന്നത് പോലെ ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം ചരിത്രം തിരുത്തിക്കുറിക്കുമോ, അതോ 54 വർഷത്തെ പുതുപ്പള്ളിയുടെ ചരിത്രം ജയിക്ക് തകർക്കുമോ? രാജ്യം ഭരിക്കുന്ന BJPക്ക് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധ്യതയുണ്ടാകുമോ? ഷെഖേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, പുതുപ്പള്ളിയിൽ ആര് റെക്കോർഡ് സ്ഥാപിക്കും? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ ഫ്രാൻസിസ് ജോർജ്, UDF പ്രതിനിധി, പ്രൊഫസർ ലോപ്പസ് മാത്യു, LDF, ശ്രീ അഡ്വക്കേറ്റ് നോബൽ മാത്യു, BJP. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന്റെ ഒരു വലിയ മാർജിനിലുള്ള വിജയം, ഒരുപക്ഷെ ഉമ്മൻചാണ്ടി നേടിയിട്ടുള്ളതിനേക്കാൾ കൂടിയ ഒരു ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ന് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചതിന് ശേഷം നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഒരുപക്ഷെ പുതുപ്പള്ളി നിയോജക മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ചാണ്ടി ഉമ്മൻ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റീസ് അത് അസസ് ചെയ്ത് ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ കാരണങ്ങളുണ്ട്. ഇത് വെറും ഒരു സിമ്പതി വേവ് അല്ലെങ്കിൽ ഒരു സിമ്പതി ഫാക്ടർ എന്നുള്ള നിലയിലല്ല. വാസ്തവത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന LDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള അങ്ങേയറ്റം അഴിമതി നിറഞ്ഞ ഈ ഭരണം, അതിനെതിരെയുള്ള ഒരു വിധി തീർപ്പ് ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മൾ കാണുന്ന അങ്ങേയറ്റം നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര പാരമ്പര്യത്തിന് നേരെ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ മണിപ്പൂർ എന്ന സംസ്ഥാനത്തൊക്കെ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ. അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. 3 മാസക്കാലത്തിലേറെയായി അവിടെ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ, വലിയ തോതിലുള്ള കൊള്ളിവയ്പും എല്ലാം നടക്കുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ അങ്ങേയറ്റം രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആശങ്കാകുലരാണ്. കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധത നമ്മുടെ രാജ്യം എടുത്താൽ, ഇന്ത്യ എടുത്താൽ ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് രാജ്യമൊട്ടാകെ വളരെ കൗതുകത്തോടു കൂടി കാത്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം, അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് 2024 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭവശാൽ വന്നതാണെങ്കിൽ പോലും അതൊരു ചൂണ്ടുപലകയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള എല്ലാ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെയും ശാലയായിട്ടുള്ള കേരളത്തിൽ ജനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ രാജ്യത്ത് 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ ബാറ്റിൽ ഫോർ ദ സോൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ ആത്മാവിനെ സംരക്ഷിക്കാനും നിലനിർത്താനുമുള്ള വലിയൊരു പോരാട്ടമായിട്ടാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാൽവയ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ, കേരളത്തിൽ പുതുപ്പള്ളിയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. അതാണ് എനിക്ക് അതേക്കുറിച്ച് പറയാൻ. ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്നതിൽ കവിഞ്ഞ്, സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി മരിച്ചപ്പോൾ ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ കവിഞ്ഞ്, അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ദേശീയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് കൽപ്പിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏത് തെരഞ്ഞെടുപ്പ് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഒരു സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ജനങ്ങളുടെ രാഷ്ട്രീയ വിഷയങ്ങളും വിവിധങ്ങളായിട്ടുള്ള ആനുകാലിക പ്രശ്നങ്ങളും എല്ലാം വിലയിരുത്തിയാണ് കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. നമുക്ക് അനുഭവമുള്ളതാണല്ലോ. അപ്പൊ ഒരു കേരളം പോലൊരു പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത്
ഒരു 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 നിയമസഭാ സീറ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ, രാജ്യത്താകമാനം ഒട്ടേറെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ, മാത്രവുമല്ല ഈ വർഷം അവസാനം 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് കേരളത്തിൽ നടക്കുന്ന ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ദേശീയ പ്രാധാന്യമുണ്ട്, സംസ്ഥാനത്ത് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ദേശീയ വിഷയങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഒരു ദേശീയ പ്രാധാന്യം, അതീവ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് ആരും വിയോജിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, ശ്രീ ലോപ്പസ് മാത്യു, ഈ തെരഞ്ഞെടുപ്പിനെ LDF എങ്ങനെ വീക്ഷിക്കുന്നു? ഇത് സർക്കാരിന്റെ ഒരു വിലയിരുത്തലായി തീരും എന്ന് ആത്മവിശ്വാസത്തോടെ പറയാനുള്ള ഒരു ആർജവത്വം LDF-നുണ്ടാകുമോ? തീർച്ചയായും ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ ഫ്രാൻസിസ് ജോർജ് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും അതോടൊപ്പം ഇടതുപക്ഷ മുന്നണി ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും അതോടൊപ്പം സംസ്ഥാനത്ത് ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ 8 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും, വിശേഷ്യ ഈ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ വികസന പിന്നോക്കാവസ്ഥയും ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷം യാതൊരു സംശയമില്ല. കാരണം ഇവിടെ സൂചിക്കപ്പെട്ടതുപോലെ ദേശീയ രാഷ്ട്രീയം പറഞ്ഞാൽ എന്താ സംഭവം? ഇന്ത്യയിൽ ഇന്ന് ഒരു ന്യൂനപക്ഷക്കാരൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം, കൊല്ലപ്പെടാം. അത് UP-യിലായാലും ഡൽഹിയിലായാലും ഹരിയാനയിലായാലും ഗുജറാത്തിലാണേലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, മണിപ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇടിച്ചു നിരത്തുകയാണ്, ബുൾഡോസർ ഉപയോഗിച്ച് അവരുടെ വീടുകൾ നിരത്തുകയാണ്, അവരെ ആക്രമിക്കുക, കൊല്ലുക, ബലാത്സംഗം ചെയ്യുകയാണ്. അതുപോലെ 2014 തൊട്ട് ഭരിക്കുന്ന BJP വാസ്തവത്തില് എന്താ ചെയ്യുന്ന? കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ചു, ഈ രാജ്യം ഇവിടുത്തെ ജനാധിപത്യം നശിപ്പിച്ചു, രാഷ്ട്രീയ ഭൂരിപക്ഷം മാറ്റി വർഗീയ ഭൂരിപക്ഷമാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്ന സംശയം വേണ്ട. അതോടൊപ്പം കഴിഞ്ഞ 7 വർഷം അല്ലെങ്കിൽ 7 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാനത്ത് ഭരിക്കുകയാണ്. എന്താ കുഴപ്പം? ഇവരീ പറയുന്ന കുറെ ദുരാരോപണങ്ങളല്ലാതെ വാസ്തവത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ 1600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുകയല്ലേ 60 ലക്ഷം ആളുകൾക്ക്. ഇവിടെ പള്ളിക്കൂടം ഗവൺമെന്റ് സ്കൂളുകൾ 50 വർഷമായിട്ട് മോശമായി കിടന്ന ഗവൺമെന്റ് സ്കൂൾ ഒന്നാന്തരമാക്കിയില്ലേ? ഗവൺമെന്റ് സ്കൂൾ 7,30,000 കുട്ടികളാ കഴിഞ്ഞ 7 വർഷം കൊണ്ട് കൂടിയത്. ആരോഗ്യ മേഖല ഒന്നാന്തരമായിട്ട് പോകുന്നു, ലോകത്തിന് മാതൃകയായി. അതുപോലെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ 4 ലക്ഷം പേർക്ക് വീട് വെച്ചിരിക്കുന്നു. വികസന കാര്യങ്ങളാണെങ്കിൽ നാഷണൽ ഗെയിൽ ഉൾപ്പെടെ ഏത് വികസനം പറഞ്ഞാലും ആ മുഴുവൻ വികസനങ്ങൾ നടക്കുകയാണ്. അത് എപ്പോഴാണ് നടക്കുന്നത്? ഇവിടെ 2016 തൊട്ട് വാസ്തവത്തില് നിപ്പയും ഓക്കിയും കോവിഡും മഹാമാരിയും ഒക്കെ ആയിട്ട് ഗവൺമെന്റ് വിഷമിക്കുമ്പോൾ അതെല്ലാം നേരിട്ടുകൊണ്ട് ജനത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭരണം നടത്തുക. ആർക്ക് സാധിക്കും ഇത്? 900 കാര്യങ്ങളുടെ പ്രകടനത്തെ പറഞ്ഞിട്ട് 880 നടപ്പിലാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുക. സാധാരണ സ്കൂളിലും കോളേജൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ട്. ഇത് ഗവൺമെന്റ് മുന്നണി പറഞ്ഞ കാര്യങ്ങൾ ഓരോ വർഷം നടപ്പിലാക്കി പ്രോഗ്രസ് റിപ്പോർട്ട് ജനം കൊണ്ട് വെച്ചിരിക്കുക. അപ്പൊ ഏറ്റവും മാതൃകാപരമായ ഒരു ഭരണം ഈ സംസ്ഥാനത്ത് നടക്കുകയാണ്. അതേസമയം എന്താ സംഭവിക്കുന്ന? പുതുപ്പള്ളിയില് 53 വർഷമായി മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറിന്റെ നമുക്ക് സ്നേഹമാണ്. പക്ഷേ അവിടെ ഒന്ന് വന്ന് നോക്കണം റോഡുകളുടെ അവസ്ഥ. എടുത്തു പറയാൻ വേണ്ടി എന്തെങ്കിലും സ്ഥാപനങ്ങളുണ്ടോ? സ്ഥാനാർത്ഥി തന്നെ പറയുന്നു അവിടെ KSFBയുടെ ഓഫീസുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, പഞ്ചായത്ത് ഓഫീസ് ഉണ്ടെന്നൊക്കെ. കാരണം വലുതൊന്നും പറയാനില്ല. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട്. അപ്പോൾ പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം സമീപ നിയോജക മണ്ഡലം എടുത്താൽ, കോട്ടയമോ ഏറ്റുമാനൂരോ പാലായോ ഒക്കെ എടുത്താൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ വികസനം വട്ടപൂജ്യമാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പുതുപ്പള്ളി 20 ദിവസങ്ങൾ പോകുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അത്തരത്തിൽ വികസന പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ ആ നിയോജക മണ്ഡലത്തിൽ പ്രയോജനം ഉണ്ടാകും എന്ന് ആളുകൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കും, യാതൊരു സംശയവുമില്ല. വികാരമല്ല, വൈകാരികമായ കാര്യങ്ങളല്ല, വിവേകത്തോടു കൂടി തെരഞ്ഞെടുപ്പിൽ സംവിധാനം ഉപയോഗിച്ചാൽ അത് ആ നാടിന് പ്രയോജനം ചെയ്യും എന്ന് അവിടുത്തെ വോട്ടർമാർ തിരിച്ചറിഞ്ഞിരിക്കുക. എനിക്കതാ പറയാനുള്ളത്. അവിടുത്തെ 8-6 പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF ആയിരിക്കെ ഈ വികസനം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തുകൾക്ക് ഇതിലൊന്നും ഒരു റോളും ഇല്ലേ? അല്ല, പഞ്ചായത്തിലുണ്ടല്ലോ. പഞ്ചായത്ത് പ്രാദേശികമായ ചില കാര്യങ്ങളുണ്ട്, വലിയ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൊണ്ടുവന്നു. പുതുപ്പള്ളിയിലെ സ്കൂള് തന്നെ, ഉമ്മൻചാണ്ടി സാറ് പഠിച്ച സ്കൂള് തന്നെ 5 കോടി രൂപ മുടക്കി
ഇടതുപക്ഷ ഗവൺമെന്റാ നന്നാക്കി. ഞാൻ സ്കൂളിൽ നിന്ന് കാണണം. 50 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യമാണ് കഴിഞ്ഞ 2-3 കൊല്ലം കൊണ്ട് നടന്നിരിക്കുന്നത്. അത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സദേശമായി ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, വലിയ കാര്യം ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്ന ആരാ? അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ ഉണ്ടാക്കുന്ന സാങ്കേതികമായി സ്കൂളുകൾ ത്രിതല പഞ്ചായത്തിനാണെന്ന് പറയുമ്പോഴും ആ സ്കൂളുകളുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, വലിയ കെട്ടിടങ്ങൾ, അവിടുത്തെ അക്കാഡമിക് സൗകര്യങ്ങൾ, സ്മാർട്ട് ബോർഡ് ഉൾപ്പെടെ ഇന്ന് സർക്കാർ പള്ളിക്കൂടത്തിൽ കൊണ്ടുവന്നിരിക്കുക. കോളേജുകളിൽ പോലും ഇല്ല. അപ്പൊ അത്രമാത്രം ഒരു സംസ്ഥാനത്തെ പ്രാഥമിക വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം ഏറ്റവും മെച്ചപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഗവൺമെന്റ് ഭരിക്കുക. അങ്ങനെ ഏത് വിഷയം എടുത്താലും സർക്കാരിലെ 117 വകുപ്പുണ്ട്. ആ ഏത് വകുപ്പ് എടുത്താലും ഇപ്പൊ ഏറ്റവും നമ്മളിപ്പം KFON പറയുന്നു, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. നമുക്കറിയാലോ പ്രൈവറ്റ് കമ്പനിയുടെ BSNL ഒക്കെ അവസ്ഥ എന്താ? പ്രൈവറ്റ് കമ്പനികളാണ് നമ്മുടെ ടെലിഫോൺ സംവിധാനം, ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡയലപ്പ് കണക്ഷൻ മാറി ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി അവരുടെ കയ്യിലായിരുന്നു. അവർ പറയുന്ന കാശ് കൊടുക്കണം. ആ സ്ഥാനത്ത് അതിലിടപെട്ടിരിക്കുക സർക്കാർ. KFON വഴി കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, എല്ലാ സർക്കാർ ഓഫീസിലും കണക്ടിവിറ്റി, സർക്കാർ പള്ളിക്കൂടത്തിൽ കണക്ടിവിറ്റി. അതുപോലെ ഇപ്പം അഭ്യസിച്ച ഒത്തിരി ഉണ്ട് ഈ സംസ്ഥാനത്ത്. KDISC, കേരള ഡെവലപ്മെന്റ് ഫോർ ഇന്നോവേറ്റീവ് സ്ട്രാറ്റജിക് സെന്റർ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്കും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വീട്ടിലോ അവരുടെ സമയപ്രദേശത്തോ ജോലി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇങ്ങനെ എത്രയോ മാറ്റങ്ങളാണ് ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷം കൊണ്ട് വരുന്നത്. ഇതിനെതിരെ എന്താ പറയുന്നത്? എന്തിനു നുണ പറയാ? ആരുടെ നേതാവിന്റെ മക്കളുടെ കാര്യം പറയുന്നു, അല്ല നേതാവിന്റെ കാര്യം പറയുന്നു. രാഷ്ട്രീയ അഴിമതി ഇവിടെ ഇല്ലെന്നായിരിക്കല്ലേ? ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി എത്രയോ കുറച്ചിരിക്കുന്നു. വിജിലൻസ് എത്ര സജീവമാ? കൊള്ളില്ലാത്ത പോലീസുകാരെ പിരിച്ചുവിടുകയാ. ഏറ്റവും മാതൃക അവർ പറഞ്ഞ വേറെ ഒന്നും പറയാനില്ലാത്തവർ എന്തെങ്കിലും നുണ പറയുകയാ. അത് ഹിറ്റ്ലറുടെ ഗീവൽ സന്ദർഭ നുണ ഇങ്ങനെ ആവർത്തിച്ച് പറയുക. അതുകൊണ്ട് രക്ഷപ്പെടുത്ത് വിചാരിക്കുക. ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ രണ്ടുകൂടെ ഇരിപ്പുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നില്ല. BJP UDF ഇവിടെ ഒന്നല്ലേ? കടങ്കൂര് നമ്മൾ കണ്ടില്ലേ? 5 മെമ്പർമാരുള്ള BJP 3 മെമ്പറുള്ള UDF വോട്ട് ചെയ്ത് പ്രസിഡന്റ് ആക്കി കടങ്കൂരിൽ. ഉച്ച കഴിഞ്ഞ് 3 മെമ്പർമാരുള്ള UDF 5 മെമ്പർമാരുള്ള BJP വോട്ട് ചെയ്ത് വൈസ് പ്രസിഡന്റ് ആക്കി. എന്നിട്ട് നാടകീയമായിട്ട് ഒരു സസ്പെൻഷൻ ഒക്കെ നടത്തി. പക്ഷെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നേരത്തെ വിപ്പ് കൊടുത്തായിരുന്നെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? അവരുടെ സ്ഥാനം പോവുകയല്ലേ? അപ്പൊ ഒത്തുപൂർവ്വം കളിക്കുക. BJPയും UDFും രണ്ടായിട്ട് പറയുമ്പോഴും ഒന്നായിട്ട് ആക്ട് ചെയ്യുക ഈ സംസ്ഥാനത്ത് നമ്മൾ കാണുകയാണ്. അപ്പൊ കേന്ദ്രത്തിൽ BJPക്കെതിരെ പറയുമ്പോൾ BJP കാണിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല ഭരണത്തിനെതിരെ പറയുമ്പോഴും കേരളത്തിൽ വരും ഒരൊറ്റ ഉരിയാടുകല. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി നിവേദനം പറയും. എന്താ സാമ്പത്തിക ഒരു കേന്ദ്രം തരേണ്ട കാശ് തരണ്ടേ? വായ്പ എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. പണ്ട് 80% ഗ്രാന്റ് ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന്. അത് ഇത് 50 ആക്കി. ഇപ്പൊ 0 ആയ ഒന്നുമില്ലെന്നാ പറയുന്നത്. അതിന്റെ എന്താ കാരണം പറയുന്നത്? കേരളം വിദ്യാഭ്യാസത്തോടെ നന്നായി, ആരോഗ്യപരമായിട്ട് നന്നായി. അതുകൊണ്ട് കേരളത്തിന് കാശ് ആവശ്യമില്ല. 100 രൂപ കേന്ദ്രം പിരിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് തരുന്ന 33 പൈസയാ. ഇതിനെതിരെ പ്രതികരിക്കാൻ UDFന്റെ MPമാര് തയ്യാറാവുന്നില്ല. UDFന്റെ MPമാരെ ഭൂരിപക്ഷം അറിയാമല്ലോ. 18 പേര് UDF MPമാരാ. അവരെന്താ ചെയ്യുന്നത്? അവർ പാർലമെന്റിൽ പറയുന്നുണ്ടോ? സംസ്ഥാന ഗവൺമെന്റിന് നിവേദനം കൊടുക്കാൻ അതിൽ ഒപ്പിടുന്നുണ്ടോ? ഞാൻ ഒറ്റയടിക്ക് പറയുന്നതെന്നാ ചോദിച്ചാൽ എത്രമായ അന്ധക്കരണമായ അവസ്ഥയാ. ഇതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ പുരുഷൻ ജയിക്കുക എന്ന് പറയും. എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ജനങ്ങൾ പൊട്ടന്മാരാണ്, അവർ മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല. ഇവിടെ ഇടതുപക്ഷമുള്ള സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷം വിജയിക്കും. തന്നെ 1ാം തരം ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥിയാണ്. അനുകമ്പ അദ്ദേഹത്തോടെ, കാരണം 3ാമത്തെ പ്രാവശ്യം മത്സരിച്ചിരിക്കുക. അപ്പൊ അനുകമ്പ അദ്ദേഹത്തിന് അനുകൂലമാ, വികസനം അദ്ദേഹത്തിന് അനുകൂലമാ, ദേശീയ രാഷ്ട്രീയം അദ്ദേഹത്തിന് അനുകൂലമാ, സംസ്ഥാന രാഷ്ട്രീയം അദ്ദേഹത്തിന് അനുകൂലമാ. ആ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കും, യാതൊരു സംശയമില്ല. ശ്രീ നോബൽ മാത്യു, ലോപ്പസ് മാത്യു സാറ് പറയുന്ന ആരോപണങ്ങളുമായിട്ട് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ഈ കിടങ്ങൂർ മോഡല്, കിടങ്ങൂരിൽ എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? നിങ്ങളും LDF തമ്മിൽ എന്തെങ്കിലും ഒരു UDFുമായിട്ട് എന്തെങ്കിലും ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ പറയുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ്, ബഹുമാനപ്പെട്ട ലോപ്പസ് മാത്യുവും ഇവിടെ പറഞ്ഞ വാക്കുകൾ പ്രയോഗിക്കുകയായിരുന്നു. രാജുചേട്ടനൊക്കെ വലിയ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. പക്ഷേ ഇതിനുള്ള ഒരു ചരിത്രം ഇപ്പൊ ഇവര് നാളെ, നമ്മുടെ കേരള കോൺഗ്രസ്സുകാർ 2 പേരും നാളെ ബോംബെയിൽ നടക്കുന്ന ഒരു ഡിന്നറിൽ പങ്കെടുക്കുന്നുണ്ട്. PC തോമസ് പോകുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന്, മറുഭാഗത്തുനിന്ന് ജോസ് കെ മാണി പോകുന്നുണ്ട്. ആ ബോംബെയിൽ നടക്കുന്ന ഡിന്നറിൽ ഇവിടെ CPM-ഉം കോൺഗ്രസും ഒന്നാണ്. എന്തിനു വേണ്ടി ഒന്നായി? BJPയെ എതിർക്കാൻ, നരേന്ദ്രമോദിയെ എതിർക്കാൻ. ഇവിടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ അതിലേക്ക് ഓരോ കാര്യത്തിലേക്ക് കടന്നു വരാം. ആദ്യമേ തന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ
മരണ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് അന്ന് ബഹുമാനപ്പെട്ട VM സുധീരന്റെ ഒരു പോസ്റ്റ് അദ്ദേഹം തന്നെ എന്നെ കാണിച്ചു. ദീപികയിൽ അത് വന്നു. ആ പോസ്റ്റില് എഴുതിയിരിക്കുന്ന ഇതാണ്: VM സുധീരൻ ആദ്യമായി ഉമ്മൻചാണ്ടിയെ കാണുന്ന ദിവസം 1964 ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അന്നാണ് AK ആന്റണിയെ KSU പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തത്. അങ്ങനെ AK ആന്റണിയെ KSU പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുപ്പോൾ AK ആന്റണിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഉമ്മൻചാണ്ടി വന്നു. അത് 1964 ഓഗസ്റ്റ് 2. ഞാൻ ഉടനെ സുധീരൻജിയോട് ചോദിച്ചു, ഇത് വലിയൊരു പ്രാധാന്യമുള്ള ദിവസമാണല്ലോ, അതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ 1964 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് PT ചാക്കോ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ ആ മരണാനന്തര ശുശ്രൂഷകൾ വാഴൂര് നടക്കുമ്പോൾ അന്ന് വയലിൽ തിരുമേനി ചെയ്ത ആ പ്രസംഗമാണ് കേരള കോൺഗ്രസിന്റെ ഉത്ഭവത്തിന് കാരണം. അതിനുശേഷം ആ കേരള കോൺഗ്രസ് ഉണ്ടായി, പലതായി, 16 കഷ്ണങ്ങളായി. ആ 16 കഷ്ണങ്ങളും ഇപ്പം ഒരു കാര്യത്തിൽ ഒന്നായിരിക്കുക, അതാ മോദിയെ എതിർക്കുക. മോദി എന്താ രാജ്യത്തെ എതിർക്കുന്നത്? നമുക്കറിയാം, 9 വർഷം മുമ്പ് മോദി രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ അന്ന് ആകാശത്തഴിമതി, ഭൂമിയിൽ അഴിമതി, വെള്ളത്തിൽ അഴിമതി, പാതാളത്തിൽ അഴിമതി. ആ ഭരണം ഭാരതത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു? ആ ഭരണം കൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഭാരതം ലോക രാജ്യങ്ങളുടെ സാമ്പത്തിക ശക്തികളുടെ ശക്തിയിൽ 11-ാമതായിരുന്നു. ഇപ്പോൾ ഭാരതം ബ്രിട്ടനെ കീഴടക്കിക്കൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ 5-ാമതായിട്ട് വന്നിരിക്കുന്നു. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്റെ 3-ാം ഭരണത്തിന് കീഴിൽ ലോകത്തിലെ 3 സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഭാരതം മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഭാരതം വളർന്നുകൊണ്ടിരിക്കുക. അത് മാത്രമോ, 124 മണിക്കൂറല്ല ആയിട്ടുള്ളൂ നമ്മുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ കാലുകുത്തിയ ശേഷം അവിടെ ഗവേഷണം നടത്തുന്നു. ചെറിയ കാര്യമാണോ? അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യ അന്തർദേശീയ തലത്തിൽ വലിയ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശക്തമായ കേന്ദ്രവും, മാരിസാർ സ്ഥിരം പറയാറുണ്ടല്ലോ, ശക്തമായ കേന്ദ്രവും സമൃദ്ധമായ സംസ്ഥാനങ്ങളും. നിങ്ങൾക്കറിയാമോ, 2011, 2012 കാലഘട്ടത്തിൽ ഈ നമ്മുടെ കേരളത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്ന ഗ്രാന്റ് 9,532 കോടി രൂപയാണ്. 2021, 2022, 2023 കാലഘട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് 47,800 കോടി രൂപ. ഇവിടെ വികസനത്തിന്റെ കാര്യമൊക്കെ ലോപ്പസ് സാറൊക്കെ പറയുമ്പോ എന്താ, ഈ ഹൈവേ പണിയുന്ന ആരുടെ കാശ് കൊണ്ടാണ്? ഇതൊക്കെ നരേന്ദ്രമോദി കൊടുക്കുന്ന കാശ് കൊണ്ടാണ്. നമ്മളൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ നിങ്ങളൊക്കെ ഞങ്ങളുടെ സ്കൂളുകളിൽ വന്ന് പറഞ്ഞിരുന്നു, ലക്ഷം ലക്ഷം കുഞ്ഞുങ്ങൾ കഞ്ഞിക്കായി കേഴുമ്പോൾ സഞ്ജയ് ഗാന്ധിയുടെ അമ്മയ്ക്ക്, സാക്ഷാൽ ഇന്ദിരാഗാന്ധിക്ക് മകന്റെ ഭാവിയിൽ ആശങ്ക എന്നല്ലേ നിങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പം ഇന്ത്യ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ സോണിയാഗാന്ധിക്ക് മകന്റെ ഭാവിയിൽ ആശങ്ക. ആ മകനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി നടക്കുന്നു എന്നല്ലാതെ ഒന്നും നടക്കില്ല. ഞാൻ ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ എനിക്കൊരു ചാൻസ് കിട്ടി. ആ ചാൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായി, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ 31 കക്ഷികളും ഒന്നിച്ചു കൂടിയാലും, അതിനകത്ത് കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജെയും കൂടിയാലും സംശയം വേണ്ട, 350-ലധികം സീറ്റുമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന്റെയും കാര്യമില്ല. അപ്പം ആ സമയത്ത് ശക്തമായ കേന്ദ്രവും സമർത്ഥമായ സംസ്ഥാനങ്ങളും വേണമെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ ഒന്നായിട്ട് BJPയുടെ പിന്നിൽ നിൽക്കണം. അല്ലാതെ നിങ്ങൾ രണ്ടും കൂടെ ഒന്നായിട്ട് നാളെ ബോംബെയിൽ പോയി ഡിന്നർ കഴിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോഴാണ് മണിപ്പൂരിന്റെ വിഷയം പറയുന്നത്. മണിപ്പൂർ വിഷയം എന്താ സംഭവിച്ചത്? ഓസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവിനെ അറിയത്തില്ലേ? കർദിനാൾ ബോംബെയിലെ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, മണിപ്പൂരിൽ നടക്കുന്നത് ഒരു വംശീയ കലാപമാണ്, അതൊരു വർഗീയ കലാപമല്ല, അവിടെ ഹിന്ദു ക്രിസ്ത്യൻ കലാപമല്ല. ഈ ഷക്കീന TVയിലെ ചർച്ചയിൽ തന്നെ ഞാന് 30 ദിവസം മുമ്പ് പറഞ്ഞു ഇത് തീരും, മണിപ്പൂർ കലാപം തീരും. 100 ദിവസത്തെ ആ കലാപം തീർന്നു. ഇന്ന് ഫ്രാൻസിസ് രാജിച്ചേട്ടൻ പറയുന്നത് കലാപം തീർന്നിട്ടില്ല എന്ന്. 1964 അവിടെ കലാപം ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി അവിടെ ബോംബിട്ടു. 4,500 പേരാണ് കൊലയിൽപ്പെട്ടത്. 1992 ഈ മണിപ്പൂരിൽ കലാപം ഉണ്ടായപ്പോൾ 2.5 വർഷം കൊണ്ടാണ് തീർന്നത്. 100 ദിവസത്തിനകം കലാപം തീർന്നു. അപ്പൊ പറഞ്ഞു മോദിയൊന്നും മിണ്ടിയില്ല. മോദി എന്തിനാ വേണ്ടത്? അദ്ദേഹം ഓരോ ദിവസവും രാവിലെ തന്നെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അമിത്ഷാജിയോട് പറഞ്ഞ്, അമിത്ഷാജി തന്നെ പാർലമെന്റിൽ പറഞ്ഞു, അവിടെ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ഓരോ ദിവസവും രാവിലെ 2 മണിക്കൊക്കെ വിളിച്ച് അന്വേഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ കേരള കോൺഗ്രസ്സുകാർ എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ BJP ആണ് പിന്തുണയ്ക്കേണ്ടത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല.
CPM-ന്റെ കൂടെ ചേർന്നാൽ കേരള കോൺഗ്രസിനെ തീർക്കുമല്ലോ. കോൺഗ്രസിന്റെ കൂടെ ചേർന്നാൽ കേരള കോൺഗ്രസിനെ തീർക്കുകയുള്ളൂ. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആണ് എനിക്ക് എന്റെ ജ്യേഷ്ഠന്മാരോട് എന്റെ വിനയാന്വിതമായ അപേക്ഷ. ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ സഹതാപതരമൊക്കെ ഉണ്ടാവും. ഇപ്പം ഒരു പത്രം, ആ പത്രം പണ്ട് കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ കേരള കോൺഗ്രസിനെ എതിർത്തിരുന്ന പത്രമാണ്. ആ പത്രം ഇവിടെ പല കാര്യങ്ങളും ചെയ്യും. ഈ അടുത്ത കഴിഞ്ഞ ദിവസം ചന്ദ്രയാനില് നമ്മുടെ ചന്ദ്രയാൻ ചെന്നപ്പോഴത്തേക്ക് പിറ്റേ പത്രത്തില് 12ാമത്തെ പേജിലാണ് മോദിയുടെ പടം. അന്ന് രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് നിൽക്കുക. ആ പത്രത്തിൽ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ വിഷയമല്ല ഉണ്ടാകുന്നത്. ഞാൻ ഓർക്കുന്നു, ഇവിടെ യമനിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് അവിടുന്ന് ആൾക്കാരെ, അന്ന് സുഷമ സ്വരാജ് ആയിരുന്നു കേന്ദ്രമന്ത്രി, വിദേശകാര്യമന്ത്രി, അവരവിടുത്തെ ആൾക്കാരെ എല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ യമനിൽ പ്രശ്നം ഉണ്ടായപ്പോൾ, ഇറാഖിൽ പ്രശ്നം ഉണ്ടായപ്പോൾ നിരവധി നേഴ്സുമാരെ കൊണ്ടുവന്നു. ആ നേഴ്സുമാരെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങള് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ചെന്നപ്പോ അവിടുത്തെ ഒരു പത്രം എടുത്ത് നോക്കി. ആ പത്രത്തിലെ പറയുന്നത് എന്താ? ഇന്നലെ ഉമ്മൻചാണ്ടി ഉറക്കം വന്നില്ല, ഉമ്മൻചാണ്ടി ആലുവ പാലസിലേക്ക് മറിയാമ്മയെ വിളിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് ശവാസനത്തിൽ കിടന്നു, ശീർഷാസനത്തിൽ കിടന്നു എന്നൊക്കെ ആ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ കൊണ്ടുവന്ന ആരാ? വാസ്തവത്തിൽ കൊണ്ടുവന്നത് അന്ന് സുഷമ സ്വരാജും നരേന്ദ്രമോദിയും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇത്തരം കള്ളപ്രചരണങ്ങൾ ഇപ്പോഴും നമ്മൾ വിശ്വസിച്ചിരിക്കുക. ഇപ്പൊ എന്താ? വിശുദ്ധനാകാൻ പോകുന്നു. വിശുദ്ധനാകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാം. അതിന് ആദ്യമേ വാഴ്ത്തപ്പെട്ടവനാകണം, രണ്ടാമത് ഭാഗ്യ സ്മരണാർത്ഥനാകണം, മൂന്നാമത് അങ്ങനെ ഒത്തിരി പരിപാടിയുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ പഴയകാല കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്ന തെറ്റുകൾ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ മോശയുടെ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകൾ ചെയ്താൽ വിശുദ്ധനാകാൻ ഒക്കത്തില്ല. പക്ഷെ ചില പത്രങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സഹതാപത്തിൽ പോയാൽ തീർച്ചയായിട്ടും ഈ സഹതാപ തരങ്ങൾ കൊണ്ട് പുതുപ്പള്ളിക്ക് നന്നാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 53 വർഷം അദ്ദേഹം MLA ആയിരുന്നല്ലേ? ഈ 53 വർഷം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വെറും 33 മാസങ്ങൾ കൊണ്ട് ലിജിൻ ലാലിന് നിങ്ങളൊരു അവസരം തരും. ഞങ്ങള് BJP നരേന്ദ്രമോദിയെ കൊണ്ട് പുതുപ്പള്ളിയെ പുതുപുത്തൻ പള്ളിയാക്കി മാറ്റാൻ സാധിക്കും. ശ്രീ നോബൽ മാത്യു, അങ്ങ് ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഈ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകണ്ട, എങ്കിലും ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ഈ മണിപ്പൂർ വിഷയം ഇപ്പോഴും തീർന്നിട്ടൊന്നുമില്ല. ഇന്നലെയും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആൾക്കാര്. അത് തീർന്നിട്ടൊന്നുമില്ല. ഓക്കെ, നമ്മള് വിഷയത്തിൽ നിന്ന് മാറിപ്പോകണ്ട. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ലോബസ് മാത്യു പറഞ്ഞതുപോലെ ഈ പുതുപ്പള്ളിയിൽ യാതൊരുവിധ വികസനങ്ങളും നടന്നിട്ടില്ല എന്ന് പറയുന്നത് അതിപ്പോ അവരുടെ ഒരു LDF-ന്റെ ഒരു ശക്തമായ ഒരു പ്രചരണമാണല്ലോ. അവിടെ കാര്യമായ ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളത്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അതേക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് പുതുപ്പള്ളിയിൽ യാതൊരു വികസനവും നടന്നിട്ടില്ല, ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ മോശമാണ്. ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് LDF-ന് ഇടതുപക്ഷ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാനുള്ള ഏക വിഷയം പുതുപ്പള്ളിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ കുറിച്ച്. അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞു. ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നു, അത് മുഖ്യമന്ത്രി പറയുന്ന അതേപടി ഏറ്റുപറയുകയാണ്. പിന്നെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കിയത് മുഴുവൻ കേന്ദ്രമാണ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എന്റെ സ്നേഹിതൻ ശ്രീ ലോപ്പസ് മാത്യു പറഞ്ഞത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പുതുപ്പള്ളി മുഴുവൻ തന്നെ ഏതാണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നല്ല BMPC നിലവാരത്തിൽ ടാർ ചെയ്ത റോഡുകളാണ്. ഇവിടെ മോശമായി കിടക്കുന്ന റോഡുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്ത് റോഡുകളാണ് പ്രധാനമായിട്ട്. ആ പഞ്ചായത്ത്, ഇവിടുത്തെ 8 പഞ്ചായത്തിൽ 6 പഞ്ചായത്തും ഭരിക്കുന്നത് LDF ആണ്. ഇവർ എന്ത് ചെയ്യായിരുന്നു ഇത്രയും കാലം? അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തുകൾക്ക് ഈ റോഡുകൾ നന്നാക്കാനുള്ള ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കാണിച്ചിട്ടുള്ള അങ്ങേയറ്റം നിഷേധാത്മകമായിട്ടുള്ള നിലപാട് ഏത് പഞ്ചായത്ത് അംഗത്തിനോട് ചോദിച്ചാൽ അറിയാം. LDF-ന്റെ ഭരണം വന്നതിന് ശേഷം കൃത്യമായി ഇവർക്ക് കിട്ടേണ്ട, പഞ്ചായത്തുകൾക്ക് കിട്ടേണ്ട സാമ്പത്തിക വിഹിതം കിട്ടുന്നില്ല. അതോടെ നിൽക്കട്ടെ, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പുതുപ്പള്ളിയിലുണ്ട്, IHRD കോളേജ് അത് പുതുപ്പള്ളിയിലുണ്ട്, KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം എഡ്യൂക്കേഷൻ അത് പുതുപ്പള്ളിയിലുണ്ട്. മറ്റക്കരയിൽ ഈ പറയുന്ന പോളിടെക്നിക് അതുപോലെ തന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ദേശീയ നിലവാരത്തിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പുതുപ്പള്ളിയിലുണ്ട്. അതുപോലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ അത് പുതുപ്പള്ളിയിലുണ്ട്. ഇതൊക്കെ ഒരു നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടി സാറുടെ MLA ആയിട്ട് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. പിന്നെ റോഡുകളുടെ കാര്യം ഞാൻ ചോദിക്കട്ടെ, PWD റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ആരാണ്? കഴിഞ്ഞ 7 വർഷമായിട്ട് ഉമ്മൻചാണ്ടി സാറാണോ? UDF ആണോ? കഴിഞ്ഞ 7 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF
ഈ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഈ റോഡുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ എന്ത് സംഭാവന ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് പറയണ്ടേ? പഞ്ചായത്ത് റോഡുകളുടെ കാര്യത്തിൽ MLA ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പഞ്ചായത്തിന് സംസ്ഥാന ഗവൺമെന്റ് പണം നൽകിയാൽ പഞ്ചായത്തുകൾക്ക് റോഡ് നന്നാക്കാൻ പറ്റും. അപ്പൊ ആ റോഡുകൾ മോശമായി കിടക്കുന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഭരണസമിതിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ പുതുപ്പള്ളിയിൽ വികസനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് LDF വിചാരിക്കുന്നെങ്കിൽ അത് തികച്ചും തെറ്റാണ് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാകും. പിന്നെ എന്താ പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക സഹായം നൽകുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വാദമാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സാമ്പത്തിക രംഗം ഭംഗിയായി വളരെ അവധാനതയോടുകൂടി സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തേ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനങ്ങൾ എടുത്താൽ അതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. ആ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ന് കേരളം സാമ്പത്തിക പ്രതിസന്ധിയുടെ കടത്തിന്റെ കൊടുമുടിയിൽ എത്തുന്നിരിക്കുകയാണ്. 4 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നാളെ വരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ FRBM ആക്ട്, ധന ഉത്തരവാദിത്ത നിയമം അനുസരിച്ച് ഒരു വർഷം നമുക്ക് എടുക്കാവുന്ന നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% മാത്രമേ പാടുള്ളൂ. മൊത്തം ഒരു വർഷം വരുമ്പോൾ നമ്മുടെ കടബാധ്യതകൾ അതിന്റെ അനുപാതം എന്ന് പറയുന്നത് 29% മാത്രമേ പാടുള്ളൂ. ആഭ്യന്തര വരുമാനത്തിന്റെ 29% മാത്രമേ പാടുള്ളൂ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ ഇതിന്റെ ഈ അനുപാതം എന്ന് പറയുന്നത് കടം ആഭ്യന്തര GSDP നെറ്റ് അനുപാതം എന്ന് പറയുന്നത് 40% എത്തി നിൽക്കുകയാണ്. ഇപ്പൊ ഈ ഓണക്കാലത്ത് കണ്ടല്ലോ, നെറ്റോട്ട് ഓടുകയായിരുന്നു കടം മേടിക്കാനായിട്ട്. കടം പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല, എല്ലാ ഗവൺമെന്റുകളും കടമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു എന്താ പറയുക, വളരെ പ്രൂഡന്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കടം വാങ്ങാൻ നിർബന്ധിതമാകുന്ന ഒരു ഗവൺമെന്റ് പരമാവധി അനാവശ്യ ചെലവുകൾ ചുരുക്കണം. ആവശ്യം വേണ്ട ചെലവുകൾ ചുരുക്കണം എന്ന് ഞാൻ പറയുകയല്ല. ജീവനക്കാർക്ക് കൊടുക്കേണ്ട ശമ്പളം, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ഉത്സവകാലങ്ങളിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ കൊടുക്കണം എന്ന് പറയല്ല. പക്ഷെ ഇവിടുത്തെ ദൂരത്തിനെ കുറിച്ച് ഞാൻ സമയം ഇല്ലാത്തത് കൊണ്ട് ആ ദൂരത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നടത്തുന്ന ദൂരത്തെ ഏർപ്പാടുകൾ, 85 വിദേശയാത്രകൾ നടത്തിയിട്ട് കേരളത്തിന് എന്ത് പ്രയോജനം കിട്ടി? സമേതം നടത്തിയ വിദേശയാത്രകൾ കൊണ്ട് 0 കേരളത്തിന് കിട്ടിയിട്ടുള്ളത്, ഇതുവരെ കിട്ടിയിട്ടുള്ള സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ പറഞ്ഞ് വെറുതെ പുകമറ സൃഷ്ടിച്ചതുകൊണ്ടായില്ല. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നിത്യേന എന്നോണം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവരാണ്. കേരളത്തിലെ പിന്നെ പറയുന്ന ആരോപണങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിക്കട്ടെ. വെറും ആരോപണമാണ്, ബാക്കി എല്ലാ ആരോപണങ്ങളും മാറ്റിവെക്കുക. ഏറ്റവും ഒടുവിൽ ആദായ നികുതി വകുപ്പിന്റെ കേന്ദ്ര ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോർഡ് ഓഫ് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് അവർ പുറത്തിറക്കിയിട്ടുള്ള ഒരു കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയുടെ ആദായ നികുതി റിട്ടേണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പുറത്തിറക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ UDF അത് സമഗ്രമായിട്ട് അന്വേഷിക്കണമെന്നും അതിന് മുഖ്യമന്ത്രി അടക്കമുള്ള ഉത്തരം പറയണമെന്നും പറഞ്ഞാൽ അത് ദുരാരോപണമാകുന്നത് എങ്ങനെയാണ്? ബാക്കി ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ. 2016 മുതലുള്ള സ്വർണ്ണക്കടത്ത് തുടങ്ങിയിട്ടുള്ള ലൈഫ് മിഷൻ, സിൽവർ ലൈൻ തുടങ്ങിയിട്ടുള്ള എത്ര ആരോപണങ്ങളാണുള്ളൂ. ഇവിടെ വികസനം എന്ന് പറഞ്ഞു എല്ലാ വികസനത്തിന്റെ പിന്നിലും വൻ തോതിൽ അഴിമതി. ഏറ്റവും വലിയ നേട്ടമായി പറയുന്നതാണ് കോവിഡ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. കോവിഡ് മാനേജ്മെന്റ് എന്തായിരുന്നു? 700 കോടി രൂപയുടെ അഴിമതിയാണ് കോവിഡ് കാലത്ത് നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ അനാവശ്യമായി നടത്തിയ അഴിമതി നടത്താൻ വേണ്ടി നടത്തിയ പർച്ചേസ് എങ്ങനെയാണ്? ഒരു കാലത്ത് ഈ പറയുന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഗോഡൌണുകളെല്ലാം തിരുവനന്തപുരത്തും കൊല്ലത്തും എല്ലായിടത്തും ഇങ്ങനെ ഒരേ സമയം കത്തിപ്പോകുന്നത് എങ്ങനെയാണ്, കത്തുന്നത് എങ്ങനെയാണ്? അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഏറ്റവും വലിയ താരമായി വിശ്വസിപ്പിച്ച അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ, അവരുടെ എന്താ പറയുക, ആത്മകഥ ഇപ്പൊ പഠിക്കാൻ എന്താ പറയുക, അത് സിലബസിൽ ഉൾപ്പെടുത്താനായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ആ മഹതിയെ കുറിച്ച് കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് PPE കിറ്റ് വാങ്ങിയതിൽ 450 രൂപ വിലയുള്ള കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയെന്നുള്ള ആക്ഷേപം വന്നു. അതിനൊരു ലോകത്തിൽ പോയി. ഞാൻ ചോദിക്കട്ടെ, അഴിമതി ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ട് അന്വേഷിച്ചോളാൻ പറയണം. അതല്ലല്ലോ ചെയ്തത്. ഉടൻ തന്നെ ഹൈക്കോടതിയിൽ പോയി. ലോകായുക്തയ്ക്ക് ഇത് അന്വേഷിക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി. ഒരു ആരോപണം വന്നാൽ അന്വേഷിക്കണം. ഈ സർക്കാരിനെതിരെ നിരവധിയായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അതൊന്നും കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശക്തമായ ഒരു സമരമെങ്കിലും ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഇവിടുത്തെ UDF നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് എന്തെങ്കിലും അന്തർധാര ഉള്ളത് കൊണ്ടാണോ? ഇപ്പൊ അവസാനമായിട്ട് ഈ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർത്തിക്കൊണ്ട് വന്ന ആരോപണം, വാസ്തവത്തിൽ ആ വിഷയത്തിൽ കുഴൽനാടന് കാര്യമായ ഒരു സപ്പോർട്ട് പോലും മുന്നണിയിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട്.
ഇല്ല, തീർച്ചയായിട്ടും അത് ശരിയല്ല. അത് തികച്ചും തെറ്റാണ്. ഈ ശക്തമായ സമരം എന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല, കുറെ അഴിമതി ആരോപണങ്ങൾ ഇങ്ങനെ പറയുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, അപ്പുറത്തേക്കുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരോപണം ഉന്നയിക്കുന്നു, നമ്മൾ അതിനുവേണ്ടി നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതല്ലാതെ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കാണിക്കുന്ന പോലെ വഴിയിലിറങ്ങി പൊതുമുതൽ നശിപ്പിക്കുക, കല്ലെറിയുക, ബഹളമുണ്ടാക്കുക, പ്രശ്നമുണ്ടാക്കുക, അങ്ങനെ ഒരു പരിപാടി UDF-ന് ഇല്ല. നമ്മൾ കൃത്യമായി ജനങ്ങളുടെ മുൻപായി കാര്യങ്ങൾ ഉന്നയിക്കുന്നു, കോടതികളിൽ പോകുന്നു. കഴിഞ്ഞ നമ്മുടെ 2001 പിണറായി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്ക് അത് സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വേണ്ടി അദ്ദേഹം കോടതിയെ സമീപിച്ചു. നമ്മൾ കണ്ടല്ലോ കോടതിയിൽ നിന്നുണ്ടായ സമീപനം എന്താണ്. കോടതികളെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പാടില്ല, ഞാൻ അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നമ്മളിവിടെ ശ്രീ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണത്തെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ UDF-ലെ എല്ലാ നേതാക്കന്മാരും ഉൾപ്പെടെ കൃത്യമായി പിന്താങ്ങുകയും അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം എന്ന് പറയുകയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് തന്നെ വന്ന ആരോപണം എന്നുള്ള നിലയിൽ അദ്ദേഹം ആ കാര്യത്തിൽ പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണ്. അത് വേണം, നമുക്കിത് പറയുക. അല്ലാതെ ഇപ്പൊ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് വേദികളില് ഈ ആരോപണം UDF ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടോ? ഉണ്ടല്ലോ. ഞങ്ങൾ എത്രയോ യോഗങ്ങളിൽ, ഞാൻ തന്നെ എത്രയോ യോഗങ്ങളിൽ പ്രസംഗിച്ചു ഈ കാര്യങ്ങൾ. അതേക്കുറിച്ചൊന്നും ഒരു മറുപടി പറയുന്നില്ലല്ലോ. ഇതൊക്കെ ദുരാരോപണമാണെന്ന് പറഞ്ഞ് വെറുതെ എന്താ പറയുക, വെറുതെ തള്ളിക്കളയല്ലേ. അതുകൊണ്ടൊന്നും പോവില്ല. ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി പറയാൻ ഇന്ന് വരെ മുഖ്യമന്ത്രിക്കോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കോ അതല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിന് കഴിഞ്ഞിട്ടില്ല. അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു കുടുംബാംഗത്തെ കുറിച്ചുണ്ടായിട്ടുള്ള ആരോപണം എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നത്? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ ഇതിനോടകം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രതികരണം ജനങ്ങൾ നടത്തും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ നോബിൾ മാത്യു ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കേരള കോൺഗ്രസുകള് എന്താ പറയുക, BJP-യെ പിന്തുണയ്ക്കണമെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അതേ ഇവിടെ ഈ നാട്ടിൽ, ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ലേ? ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ എന്താണ് എല്ലാവരെയും സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. 3-ാം ഘട്ടം നരേന്ദ്രമോദിയുടെ വരവാണ് ഇനിയുള്ള നമ്മുടെ എല്ലാം രക്ഷ എന്നുള്ള രീതിയിലാണ് ശ്രീ നോബിൾ പറയുന്നത്. സ്വാഭാവികമായും അദ്ദേഹം അപ്പുറം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ നിർബന്ധിതരാകും എന്നുള്ളത് ശരിയാണ്. പക്ഷെ 3-ാം ഘട്ടം നരേന്ദ്രമോദി വന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ രാജ്യത്ത് ജനാധിപത്യം അവസാനിക്കും, ഈ രാജ്യത്ത് മതേതരത്വം തീരും, ഈ രാജ്യത്തിന്റെ എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളെയും എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും അട്ടിമറിക്കും എന്ന് പ്രിയമുള്ളവർ, ഞാനല്ല ഇത് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്, ദ ക്രൂക്കഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ. ഇത് എഴുതിയിട്ടുള്ള ആരാണ്? ഒരു പരകാല പ്രഭാകർ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹമായിരുന്നു നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ 3ാമത്തെ ആളായിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമൻ, ധനകാര്യ മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമന്റെ ഭർത്താവ്, സ്വന്തം ഭർത്താവ് ശ്രീ പരകാല പ്രഭാകരൻ എഴുതിയിട്ടുള്ള ദ ക്രൂക്കഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന ആ പുസ്തകം ശ്രീ നോബിൾ ഒന്ന് വായിച്ചു നോക്കണം. ആ പുസ്തകത്തിൽ ശ്രീ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നപ്പോൾ എന്തു പറഞ്ഞു, അതിനുശേഷം നാളിതുവരെ എന്തൊക്കെ സംഭവിച്ചു, സാമ്പത്തിക രംഗത്ത്, തൊഴിൽ രംഗത്ത്, അതുപോലെ തുടങ്ങിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യം ജനാധിപത്യത്തോട് അന്യം നിന്ന് പോകാൻ പോവുകയാണ്, ഇനി വീണ്ടും ശ്രീ നരേന്ദ്രമോദിയും BJP-യും അധികാരത്തിൽ വന്നാൽ എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വേറെ രാഹുൽ ഗാന്ധി പറഞ്ഞതോ സോണിയാഗാന്ധി പറഞ്ഞതോ അതല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മറ്റു നേതാക്കന്മാർ പറഞ്ഞതോ ഒന്നും കണക്കാക്കണ്ട. കേന്ദ്രമന്ത്രിസഭയിലെ BJP-യുടെ ഉന്നതനായ നേതാവായിട്ടുള്ള നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായിട്ടുള്ള ശ്രീ പരകാല പ്രഭാകർ പറയുന്നത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. കൃത്യമായി കണക്കുകൾ സഹിതം അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രീ നോബിൾ പറഞ്ഞത് എന്താണ്? കേരളത്തിന് വന്ന് 9,532 കോടി കൊടുത്തു, 47,800 കോടി രൂപ കൊടുത്തു. ഇതെന്താ സൗജന്യമാണോ? ഈ രാജ്യത്തെ നികുതി വിഭവങ്ങൾ കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുക എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കടമയാണ്. ധനകാര്യ കമ്മീഷൻ ഇപ്പൊ 16 ധനകാര്യ കമ്മീഷൻ നിയമിക്കാൻ പോവുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. 15 ധനകാര്യ കമ്മീഷന്റെ അവാർഡുകൾ പ്രകാരം നമുക്ക് കിട്ടേണ്ട തുക അത് വീതിച്ചു തരുന്ന ഒരു മഹാകാര്യമൊന്നുമല്ല, ഇതൊരു സൗജന്യമൊന്നുമല്ല. അപ്പോ വാസ്തവത്തിൽ കേരളത്തിന് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല. ഇവിടെ പുതുപ്പള്ളി എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്, കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അതിന്റെ കാര്യത്തിൽ ഇടതു മുന്നണിയും BJP-യും അല്ലെങ്കിൽ ഇന്ത്യയും കേരളത്തിലെ റബ്ബർ കർഷകരെ വഞ്ചിച്ചിരിക്കില്ലേ? 250 രൂപ സബ്സിഡി, 1 കിലോ റബ്ബറിന് 250 രൂപ വില ലഭിക്കത്തക്ക രീതിയിൽ സബ്സിഡി കൊടുക്കും എന്ന് തെരഞ്ഞെടുപ്പ് പത്രികയിൽ വാഗ്ദാനം ചെയ്ത LDF നാളിതുവരെ പാലിച്ചിട്ടുണ്ടോ?
കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിൽ ഇറക്കുമതിയാണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ല, കോമ്പൗണ്ട് റബ്ബർ വരെ ഇറക്കുമതി ചെയ്ത് കേരളത്തിലെ റബ്ബറിന്റെ വില, കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി. രാജ്യത്തെ വളരെ ചുരുക്കം മേഖലകളെ, വടക്ക് കിഴക്കൻ മേഖലകളിലേക്ക് പിന്നെ റബ്ബർ കൃഷിയുള്ളൂ. 90% ഇവിടെ കൃഷി ചെയ്യുന്ന ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരും ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയിൽ റബ്ബർ കൃഷി ചെയ്യുന്ന കേരളത്തിൽ റബ്ബറിന്റെ എന്താ പറയുക, അത് ഒരു സ്ട്രാറ്റജിക് ക്രോപ്പാണ് റബ്ബർ. അത് ഇറക്കുമതി കൂടാതെ അതല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്ത് സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ കഴിവുള്ള കേരളത്തിലെ റബ്ബർ കർഷകരെ ഇതുപോലെ വഞ്ചിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? 5 8 വരുന്ന വൻകിട ടയർ മുതലാളിമാരെ അല്ലെങ്കിൽ ടയർ കമ്പനികളെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിൽ ഇറക്കുമതി അനുവദിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് അതിനെതിരെ എന്തെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടോ? സബ്സിഡി കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തോ? 170 രൂപ സബ്സിഡി അത് ഇന്നും കൊടുക്കുന്നുണ്ടോ? ഒന്നും കൊടുക്കുന്നില്ല. WTOയുടെ കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റ് നാളെ വരെ പറയാം. അതിലെ പ്രൊവിഷൻ അനുസരിച്ച് നമുക്ക് ഇറക്കുമതി തടയാൻ പറ്റില്ല, ശരിയാണ്, ഇറക്കുമതി നടത്താൻ പറ്റില്ല. പക്ഷെ WTOയുടെ തന്നെ പ്രൊവിഷനിൽ നിയമപ്രകാരം ആർട്ടിക്കിൾ 19 പ്രകാരം, ആർട്ടിക്കിൾ 19(1)A പ്രകാരം ഒരു രാജ്യത്ത് നിയന്ത്രണമില്ലാത്ത ഇറക്കുമതി മുതൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ വിലത്തകർച്ച ഉണ്ടായാൽ, അതുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായാൽ, ഒരു വലിയ ജനവിഭാഗത്തിന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായാൽ, ആ ഇറക്കുമതി തടയാനുള്ള സേഫ് ഗാർഡ് ഡ്യൂട്ടി, സംരക്ഷണ ചുങ്കം ചുമത്താനുള്ള വകുപ്പ് WTOയിൽ തന്നെ ഉണ്ട്, WTOയുടെ നിയമസംഹിതയിൽ തന്നെ ഉണ്ട്. അത് ചുമത്തി റബ്ബർ കർഷകരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ആവശ്യപ്പെടാൻ ഫലപ്രദമായി കേന്ദ്ര ഗവൺമെന്റ് മുൻപാകെ കണക്കുകൾ സഹിതം ഇത് അവതരിപ്പിച്ച് അത് നേടിയെടുക്കാനും ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന LDF ഗവൺമെന്റ് തയ്യാറുണ്ട്. MP-മാരുടെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. MP-മാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. MP-മാർക്ക് ഈ വിഷയങ്ങളൊക്കെ പാർലമെന്റിൽ ഉന്നയിക്കാം. അതിനപ്പുറം ഈ കാര്യങ്ങൾ ഈ ഫലപ്രദമായി നമുക്ക് ലഭ്യമായിട്ടുള്ള നിയമസഭ വഴികളിലൂടെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ ബന്ധപ്പെട്ട WTO സെല്ല്, കൃഷി വകുപ്പ്, ഇവിടെ നമുക്കൊരു കോമേഴ്സ് ഒരു വിഭാഗം കൂടി ഉണ്ട്. അവരാണ് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടത്, നിലപാട് സ്വീകരിക്കേണ്ടത്. ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇവിടെ വന്നിരുന്ന് അതും ഇതും പറയുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു, ഈ വിഷയങ്ങളെല്ലാം പ്രതിഫലിക്കും. കേരളത്തിൽ നടക്കുന്ന കൊടി അഴിമതി, ഇതുപോലെ ആസൂത്രിതമായ കൊള്ളയും ഇതുപോലുള്ള ഒരു കൊള്ള ഇതുപോലെ ഇതിന് മുൻപ് ഒരു കാലത്തും കേരളത്തിൽ നടന്നിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കണ്ണടച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സമീപനം എന്താണ്? 5 നാടകകർത്തായിരിക്കും മോളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. To sin in secret is no sin at all. It is only the public scandal that offends എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ ആപ്തവാക്യം, അതൊരു ആപ്തവാക്യമായി കേരളത്തിലെ LDF ഗവൺമെന്റ്, പിണറായി വിജയൻ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. രഹസ്യമായി ഞങ്ങൾ ചെയ്യുന്നതൊന്നും തെറ്റല്ല, ഇത് പുറത്തിറങ്ങി കുഴപ്പമാകാതിരുന്നാൽ മതി. ഇതാണ് സമീപനം. ഈ സമീപനം നോക്കി ഇതിനോടകം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ 7 വർഷത്തെ ഭരണം കേരള ജനതയെ അങ്ങേയറ്റം പാപ്പരാക്കിയിരിക്കുന്നു, നിരാശയിലാക്കിയിരിക്കുന്നു. സ്ഥാനാർത്ഥി ജയിക്കിന്റെ ഒരു പ്രസംഗത്തിൽ നിന്ന്, ഒരുപക്ഷെ ഒരു നാക്കുപിഴയിൽ നിന്ന് സംഭവിച്ചതാകാം, എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തിൽ ഓണത്തിന് ഗംഭീരമായ ആഘോഷം ഞങ്ങൾ നടത്തി, മഞ്ഞക്കാർഡുകാർക്കെല്ലാം ഓണക്കിറ്റ് കൊടുത്തു എന്ന് അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഒരു നാക്കുപിഴയിൽ നിന്ന് വന്നതാകാം. എങ്കിൽ പോലും അത് ഈ സർക്കാരിന്റെ ഒരു മുഖച്ഛായയാണോ പ്രതിഫലിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ? ഈ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇപ്പോ ഓണത്തിന് പ്രമുഖർക്ക് വിളിച്ച് സദ്യ കൊടുത്തു. വാസ്തവത്തിൽ എന്താണ്, എത്ര മോശപ്പെട്ട, ഈ നാട്ടില് നിരവധി കർഷകരടക്കം പഞ്ഞം കിടക്കുന്ന ഒരു സമയത്ത് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ചില പ്രമുഖരെ വിളിച്ച് ആ സദ്യയിൽ പോലും അഴിമതി നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എത്ര മോശകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ മാത്യു. ഇത് കൂട്ട് ഈ എന്താ പറയുന്നത്, വളരെ ബാലിശമായ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയാനേ UDF-നുള്ളൂ. ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. റബ്ബറിന്റെ കാര്യം പറഞ്ഞു. ആരാ റബ്ബറിനെ ഈ പരുവത്തിലാക്കിയത്? ഇവരെ UDF-ന്റെ കോൺഗ്രസിന്റെ പ്രധാന കക്ഷി, കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രി ചിദംബരമാണ് ഈ MRF ഉൾപ്പെടെയുള്ള റബ്ബർ ഫാക്ടറികൾക്ക് വേണ്ടി റബ്ബറിന്റെ ഇറക്കുമതി തീരുവ കുറച്ചത്. ആസിയാൻ കരാർ വെച്ചതാരാ? ആസിയാൻ കരാറിന്റെ അകത്ത് തന്നെ 19 അദ്ദേഹം പറഞ്ഞല്ലോ, തിരുത്തപ്പെടേണ്ടതാ. അപ്പം അനിയന്ത്രിതമായ റബ്ബറിന്റെ ഇമ്പോർട്ട് വന്നതാണ് റബ്ബറിന്റെ വില കുറയാൻ കാരണം. ആ പ്രസിഡന്റ് ഒരു സംസ്ഥാനത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. മാനസാര ബഡ്ജറ്റിൽ കൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ 170 ആക്കി. ഇനി അതിൽ വ്യത്യാസം ഒന്നുമില്ല.
അവരെ വെറുതെ തുക കൂട്ടിയാൽ ഗവൺമെന്റ് ചെയ്യാൻ പോരല്ലോ. പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ കാരണക്കാരൻ പി ചിദംബരവും കേന്ദ്ര ഗവൺമെന്റാണ്. ജനങ്ങൾക്ക് പഴയ കോൺഗ്രസ് ബോധ്യപ്പെടുന്നില്ല. ഗവൺമെന്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ BJP ഗവൺമെന്റ്, ഒരു സംശയം വേണ്ട. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പറഞ്ഞു, കോടതി പോകുമെന്ന് പറഞ്ഞു. ഇപ്പൊ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം കൊച്ചി എം ജി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ, എവിടെ പോയി അവസാനം? കോടതി വരുമ്പോൾ എല്ലാം ഗവൺമെന്റ് ചെയ്ത് ശരിയാ, ശരിയാ, ചുമ്മാ കേസ് കൊടുക്കുക. ഓംബുഡ്സ്മാനെ കൊണ്ട് കേസ് കൊടുത്തില്ലേ മന്ത്രിസഭ അധികാരത്തിനെതിരെ? എന്ത് സംഭവിച്ചു? ലോകായുക്തത്തിൽ കേസ് കൊടുത്തില്ല, എന്ത് സംഭവിച്ചു? ചുമ്മാ ഒന്നും പറയാനില്ല. വലിയ വികസനം നടക്കുമ്പോൾ, ഏറ്റവും ചിട്ടയായ ഒരു ഭരണ നിർവഹണം ഈ സംസ്ഥാനം നടക്കുമ്പോൾ അതിനെതിരെ ഒന്നും പറയാനില്ല. ഇങ്ങനെ നുണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പൊ കേന്ദ്ര നോബിളോടെ പറഞ്ഞു, ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും. അതാണ് ശക്തമായ കേന്ദ്രം, സംതൃപ്തമായ സംസ്ഥാനം. സംസ്ഥാനം സംതൃപ്തമായിരിക്കണം. ഇത് ഫെഡറൽ രാജ്യമാണ്. 22 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശമായ ഫെഡറൽ സ്റ്റേറ്റാ. അപ്പൊ സംസ്ഥാനത്തിന് വിഹിതം കിട്ടണം. സംസ്ഥാനത്തിന് തന്നെ ആവശ്യം ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു ഭരണ നിർവഹണത്തിൽ 67% നിർവഹിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാ. അതേസമയം കേന്ദ്രം 67% ഫണ്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് വായിച്ചതനുസരിച്ച് കേരളത്തിന് 100 രൂപ കേന്ദ്രം പിരിച്ചുകൊണ്ട് പോയാൽ നമുക്ക് തരും തിരിച്ച് 33 പൈസ. അതേസമയം തമിഴ്നാട് കൊടുക്കുന്ന 6 രൂപ, ബീഹാർ കൊടുക്കുന്ന 17 രൂപ, ഉത്തർപ്രദേശ് കൊടുക്കുന്ന 33 രൂപ. അപ്പൊ എന്താ കാരണം? കേരളം വികസിച്ചു കഴിഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഗ്രാന്റ് ഇല്ല. 15ാം ധനകാര്യ കമ്മീഷൻ തന്നെ 3.9% കടം മേടിക്കാൻ അല്ലെങ്കിൽ ലാൻഡ് അർഹത ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് തരുന്നത് എത്രയാ? 1.8. വീണ്ടും കാരണം പറയാ, എന്താ? കേരളം പുരോഗമിച്ചു. അപ്പം കേന്ദ്ര സബ്സിഡി ഉപയോഗിച്ച് അല്ലെ പദ്ധതി കൊണ്ടുവന്ന് പുരോഗമിക്കുന്നതിൽ കുറ്റമാണോ? അത്തരത്തിൽ പുരോഗമിച്ച സംസ്ഥാനത്ത് വേണ്ടെന്ന് വെക്കുക. പക്ഷെ കേരളം എന്താ ചെയ്യുന്നത്? ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്ന നവകേരള സൃഷ്ടിക്കായി പദ്ധതി കൊണ്ട് നടപ്പിലാക്കുക, 100% നടപ്പിലാക്കുകയാണ്. അതേസമയം നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക എന്താ? ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് വലിയ ആക്രമണം നടക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലോ. അതിനെ സംബന്ധിച്ച് എന്ത് പറയാനുണ്ട്? ഇവിടെ ശരിയാ, രാജ്യം ഇങ്ങനെ 3ാം 4ാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 54,148 മുതലാളിമാർ എന്ന് പറഞ്ഞാൽ വൻകിട മുതലാളിമാരുണ്ടായിരിക്കുക. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കാശുണ്ട്. ആരുടെ ഇല്ല? കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിൽ. അവർക്ക് കാശാ കൊടുക്കുന്നത്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1000-കണക്കിന് കോടി രൂപ അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവര് വലിയ മുതലാളിമാർ വീണ്ടും മുതലാളിമാരായിട്ട് മാറി അദാനി അദ്വാനി അതൊക്കെ പറഞ്ഞ ഒത്തിരി സമയം പോകും. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുണ്ട്, പാവപ്പെട്ട ജനങ്ങള്. അവര് പട്ടിണി കിടക്കുക. ഇന്ത്യയിലെ മൊത്തം എടുക്കുമ്പോൾ പട്ടിണി കിടക്കുന്ന 10-56 കോടി ജനങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ മുതലാളിമാർ വലിയ മുതലാളിമാരാ. അപ്പൊ അവരുടെ സമ്പത്തെല്ലാം കൂട്ടുമ്പോൾ GDP ഒക്കെ ശരിയാ. പക്ഷെ കേരളത്തിൽ ചെയ്യുന്നത് എന്താ? കേരളത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഭരിക്കുമ്പോൾ താഴോട്ട് നോക്കുക. 64,006 അതിദരിദ്രരെ കണ്ടുപിടിച്ച് അടുത്ത വർഷത്തേന് ഈ സംസ്ഥാനത്ത് ഒരു അതിദരിദ്രരിൽ ആരും ഭക്ഷണം കഴിക്കാത്ത ആരും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എല്ലാ പ്രാഥമിക വികസനം ഉണ്ടായിരിക്കണം. എല്ലാ പഞ്ചായത്തിലും ആശുപത്രി ഉണ്ടായിരിക്കണം. അത് പ്രൈമറി ഹെൽത്ത് സെന്റർ മാറ്റി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആക്കുക. ഇവിടെ എല്ലാ ചികിത്സകളും സൗകര്യങ്ങളും സർക്കാർ ആശുപത്രി കൊണ്ടുവരിക. ഇതൊന്നും കാണാൻ പറ്റുന്നില്ലേ? ഇനി നാഷണൽ ഹൈവേയുടെ ഞാൻ പറഞ്ഞ എല്ലാം കേന്ദ്രം ചെയ്യുന്നതെന്ന്. നാഷണൽ ഹൈവേയുടെ എന്താ കേന്ദ്രം ചെയ്തത്? അവിടെ UDF-ന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് മരിച്ചു പോലും പറയാതിരിക്കാൻ പറ്റിയല്ല. എന്താ സംഭവിച്ചത്? നാഷണൽ ഹൈവേ 30 മീറ്റർ വലുതായെന്ന് പറഞ്ഞു. 45 വേണ്ട, 60 വേണ്ട. എന്നിട്ടും എന്ത് സംഭവിച്ചു? കാശില്ല, വീതി എടുക്കാൻ പറ്റിയല്ല, സ്ഥലം എടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ അടച്ചു പൂട്ടി. NHA നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എല്ലാ ഓഫീസും അടച്ചു പൂട്ടി. നാഷണൽ വികസനം തീർന്നു. ഇത്രമാത്രം വണ്ടി ട്രാഫിക് ബ്ലോക്കുകളിൽ സംസ്ഥാനത്ത് അവസാനം LDF ഗവൺമെന്റ് വന്നപ്പോ കേന്ദ്രമായിട്ട് ചർച്ച ചെയ്ത് 5,600 കോടി രൂപ സ്ഥലം എടുക്കാൻ വേണ്ടി കൊടുത്ത്. 5,600 രൂപ സംസ്ഥാനം 20% സ്ഥലം എടുക്കുന്നതിന് കൊടുത്താണ് ഇപ്പോൾ കാസർഗോഡ് തിരുവനന്തപുരം നാഷണൽ ഹൈവേ സുന്ദരമായിട്ട് പണിത് വരുന്നത് 566 കിലോമീറ്റർ. അതുപോലെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ. നമുക്ക് റോഡ് സ്പീഡിൽ പോകണ്ടേ? വലിയ വണ്ടി കൊണ്ടായിട്ട് കാര്യമുണ്ടോ? പെട്ടെന്ന് സ്ഥലത്തെത്തണ്ടേ? അപ്പൊ അത്തരത്തിൽ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയുന്നില്ല. അതിനിടയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും അനുദീനമായിട്ട് വരും. അതിങ്ങനെ TV ചർച്ച ചെയ്യുക, പത്രത്തിൽ പറയുക. അതല്ലാതെ കാര്യമായ ഒരു കാര്യം ചെയ്യുന്നതിന് അനുകൂലിക്കാൻ തയ്യാറല്ല. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഇപ്പൊ കേന്ദ്ര സംസ്ഥാനം MP-മാർക്ക് യാതൊരു പണിയില്ല. MP-മാർ എന്നാ ചെയ്യേണ്ടത്? MP-മാർ ഈ സംസ്ഥാനത്ത് ആവശ്യങ്ങൾ പറയാൻ വേണ്ടി തെരഞ്ഞെടുപ്പെട്ട് പോയിരിക്കുന്നത്. 20 MP-മാരിൽ ഇപ്പൊ 18 പേര് UDF ആണ്. അവർ അവിടെ ചെന്ന് കാര്യങ്ങൾ പറയണ്ടേ? മന്ത്രിമാരെ കണ്ടു പറയണ്ടേ? പാർലമെന്റ് ഉന്നയിക്കണ്ടേ? സംസ്ഥാന ഗവൺമെന്റും മന്ത്രിമാരെ മുഖ്യമന്ത്രിയും അവരുടെ കൂടെ പോകണ്ടേ? ഒരു നിവേദനത്തിൽ ഒപ്പിടണ്ടേ? ഇനി നടക്കുന്നില്ല, അവിടെ സമരം ചെയ്യണ്ടേ? നമുക്ക് സംസ്ഥാനത്തിനെതിരെ കാര്യമായി സമരം ചെയ്യണ്ടേ? അത് ചെയ്യുന്നില്ല, ഒരാഴ്ച ഉരിയാടുന്നില്ല. എന്തിനും ഇടതുപക്ഷ ഗവൺമെന്റ് മോശമായാൽ അത് സന്തോഷിക്കുന്ന ഇടപാട് മാറിയിരിക്കും. അപ്പൊ അത് ആരെ ബാധിക്കുന്ന? കേരളത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന. കേരളത്തിൽ ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശം കിട്ടാത്തത്
കേന്ദ്ര പദ്ധതികൾക്ക് ഞാൻ പറഞ്ഞല്ലോ എത്ര സബ്സിഡി കിട്ടിക്കൊണ്ട് ഇപ്പൊ ഒന്നുമില്ല. കേന്ദ്രം ഇങ്ങോട്ടൊന്നും തരുന്നില്ല, അങ്ങോട്ട് മാത്രമാ. അങ്ങോട്ട് പിരിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പൊ GST നമുക്ക് അറിയാലോ, സെയിൽ ടാക്സ് മാറി, അല്ലെങ്കിൽ വേറെ ടാക്സ് വന്നു. ഇപ്പൊ GST ആ. അത് സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, IGST ഉണ്ട്. ഇതിന്റെയൊക്കെ വിഹിതം ഇപ്പൊ നമുക്ക് വളരെ കുറഞ്ഞു പോയി. അതിന്റെ കോമൺസ് എന്താന്ന് പറഞ്ഞാൽ അത് തരുന്നില്ല. 90 പദ്ധതിയുടെ വീതം തരുന്നില്ല. കേന്ദ്ര പദ്ധതിയുടെ 1 വീതം കുറച്ചിരിക്കുന്നു. UGC നമ്മളും സാറുമാർക്ക് കൊടുത്തിട്ട് അതിന്റെ കുടിശ്ശിക 250 കോടി രൂപ ഇല്ല. അങ്ങനെ എല്ലാം കൂടെ 10,3800 കോടി, 3,861 കോടി രൂപ ഇപ്പൊ തന്നെ റൊക്കമായിട്ട് ഒരാൾ തരാതിരിക്കുക. ഇതിനിടയ്ക്കും ഇത് ചുരുക്കി തന്നെ ഇവിടെ ചെലവിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഈ ചെറിയ ചെറിയ എമൗണ്ട് പറയുന്നതല്ലാതെ വാസ്തവത്തിൽ ചെലവ് ചുരുക്കി മന്ത്രിമാർ ആവശ്യമില്ലാതെ ഓടാതെ ഇവിടെ കാര്യങ്ങൾ ചുരുക്കി തന്നെ ഉണ്ടോ? എല്ലാ കാര്യം ചെയ്യാം. 18,000 കോടി രൂപ ഇപ്പൊ പറഞ്ഞല്ലോ. എന്താ ഇവിടെ മീഡിയ യൂണിയൻ പറഞ്ഞോണ്ടിരുന്നത്? ഓണത്തിന് എല്ലാം പട്ടിണിയാകും, ഇവിടെ എല്ലാം അടച്ചു പൂട്ടും, ട്രഷറി പൂട്ടും എന്ന് പറഞ്ഞു. എല്ലാം സംഭവിച്ചോ? 80 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോഴും എല്ലാ സാധനവും റേഷൻ കാർഡ് കിട്ടിക്കൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും അന്യയോജന അന്ത്യോക്യ റേഷൻ കാർഡ് 2 രൂപയ്ക്ക് അരിയും ഗോതമ്പും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വെള്ളക്കാർഡുകാർക്ക് 10 രൂപ 90 പൈസക്ക് അരി കിട്ടുക. സിവിൽ സപ്ലൈസിന്റെ എല്ലാം പകുതി വിലയ്ക്ക് ഞാൻ പോയി മേടിച്ച കോട്ടയത്ത് കാർഡ് കൊടുത്തിട്ട് 40 വർഷം 21 രൂപയ്ക്ക്, പഞ്ചസാര 40 21 രൂപയ്ക്ക്, പയറ്, ഉരുന്ന്, പരിപ്പ് എല്ലാം വ്യത്യാസമുള്ള മുഴുവൻ ഓണച്ചന്ത എല്ലാവർക്കും കൊടുത്തു. ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തു, ശമ്പളം കൊടുത്തു, ബോണസ് കൊടുത്തു, എല്ലാ കാറ്റഗറിക്കും കൊടുത്തു, പാവപ്പെട്ട എല്ലാവർക്കും കൊടുത്തു. 18,000 കോടി രൂപ ചെലവഴിച്ചു. കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാ? വരുമാനം കൂടി. ഗവൺമെന്റ് എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ ഓരോ വർഷവും സാമ്പത്തിക വർഷവും 30,000 കോടി വരുമാനം വർധനയുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ ഉപദ്രവിക്കുമ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഭരണം നടക്കുക. ഞാൻ പറഞ്ഞില്ലേ, പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ഭരണം നടത്തുകയാണ്. അതിനിടയ്ക്ക് വേറെ കാര്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറയും, നുണ പറയും, കേസ് കൊടുക്കാം. അത് കേസ് നോക്കും, പിന്നെ അതിനെപ്പറ്റി മിണ്ടുകല. ആരുണ്ടെങ്കിൽ ഭയങ്കര മുഴുപ്പാ. ഇപ്പൊ കുഴന്താണെന്ന കാര്യത്തിൽ പറയും, കുഴന്താണെന്ന് പറഞ്ഞ് കുളമായില്ലേ. അദ്ദേഹം വക്കീൽ പണി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ജഡ്ജിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചേ? അദ്ദേഹത്തിന്റെ അവിടുത്തെ മൂന്നാറിലെ അല്ലെങ്കിൽ ഇടുക്കിയിലെ സ്ഥലത്തിന്റെ കാര്യം വരുന്നു, അവിടുത്തെ റിസോർട്ടിന്റെ കാര്യം വരുന്നു. വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആള് റിസോർട്ട് നടത്തുന്നു സ്വന്തം പേരില്. അതിന്റെ വരുമാനം കാണിച്ച് 1,90,00,000 രൂപ, യഥാർത്ഥ വില 3 കോടി രൂപ, പാർട്ട്ണർമാരുടെ കൂട്ടി 7 കോടി രൂപ. അദ്ദേഹം തന്നെ പെട്ടു. മുഖ്യമന്ത്രിയുടെ ബാങ്ക് അദ്ദേഹത്തിന് ആരോപണം ഉന്നയിച്ചിട്ട് അദ്ദേഹം തന്നെ പെട്ടു നിൽക്കുക. നമുക്കാർക്കും അറിയില്ല. നമ്മൾ അതിനെപ്പറ്റി പോട്ടെ, വ്യക്തിപരമായ കാര്യം വിട്. ഈ സംസ്ഥാനത്ത് ഭരണ നിർവഹണം നടക്കുമ്പോ ആർക്കായി ഇപ്പൊ കുഴപ്പമുള്ളത്? അതിദരിദ്രർക്ക് കുഴപ്പമില്ല. പള്ളിക്കൂടത്തിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ചെറുമാർക്ക് കുഴപ്പമില്ല. 3,800 പോസ്റ്റാ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് 7,30,000 പിള്ളേർ ഗവൺമെന്റ് സ്കൂളിൽ കൂടി. അതനുസരിച്ച് ആനുപാതികമായി 3,800 DT പോസ്റ്റ് വന്നു. LP-യിലും UP-യിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും. അതുപോലെ PSC-യില് ഒറ്റ അപ്പോയിന്റ്മെന്റ് പെൻഡിങ് വെക്കുന്നില്ല. മുഴുവൻ പേർക്ക് 30,000 35,000 അപ്പോയിന്റ്മെന്റ് ഓരോ വർഷം കൊടുക്കുന്നത്. റിക്കാർഡാ LDF ഗവൺമെന്റ് കാലത്ത് PSC. ഞാൻ PSC പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുക, ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതൊന്നും കാണാൻ പറ്റിയല്ല. ഞാൻ കമ്പാരിറ്റീവ് പുതുപ്പള്ളി വന്നാൽ ഇപ്പം ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു അവിടെ അദ്ദേഹം ഉണ്ട്. ഞാൻ അവിടെ 5 ദിവസമായിട്ടുണ്ട്. റോഡുകളെ സംബന്ധിച്ച് BMPC ഒറ്റ റോഡാണല്ലോ. ഏതാണെന്നറിയോ? കിടങ്ങൂരിന്ന് അങ്ങ് അയർക്കുന്നം വഴി അങ്ങ് തിരുവല്ലായി പോയി ചേർന്ന റോഡ്. അത് CRF ചെയ്ത ജോസ് കെ മാണി MP സെന്റർ റോഡ് ഫണ്ടിൽ കൊണ്ടും ചെയ്ത റോഡാണ്. തിരുവല്ല തൊട്ട് ഇങ്ങോട്ട് കിടങ്ങൂരിട റോഡ്. അതാണ് BMPC റോഡ്. വേറെ ഒരു BMPC റോഡ് അവിടെ ഇല്ല. KK റോഡ് പോലും മോശം. അത് പറഞ്ഞതിന് അറിയാലോ. കോട്ടയത്ത് നിന്ന് ഈ വണ്ണക്കാട് പാമ്പാടി വഴി പോകുന്ന KK റോഡ് പോലും ഇപ്പൊ പണി നടന്നിട്ട് അദ്ദേഹം കണ്ടു കാണും. വഴിക്കെല്ലാം ട്രാഫിക്കാ. പണി ഇപ്പോഴാണ് നടക്കുന്നത്. അവിടെ ചോദ്യം നടന്നിട്ടില്ല. ഒരു മിനി സിവിൽ സ്റ്റേഷൻ അവിടെ ഉണ്ടോ? ഒരു നല്ല ആശുപത്രി ഉണ്ടോ? ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ അവിടെ ഒരു കാത്ത് ലാബ് ഉണ്ടോ? അവിടെ ഒരു ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുമോ? ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുമോ? എവിടെ പോകണം? ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ് പോകണം, അല്ലെ പാലായി വരണം, അല്ലെ കോട്ടയത്ത് പോകണം. അപ്പൊ അത്തരത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ ഇല്ല, അല്ലെങ്കിൽ നല്ല റോഡില്ല, നല്ല ആശുപത്രി ഇല്ല. എന്താ പറയുന്നത്? ഇതൊരു പഞ്ചായത്ത് പറഞ്ഞ് വെച്ചിട്ട് കാര്യമുണ്ടോ? പഞ്ചായത്ത് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യുന്നുണ്ട്. സ്മാർട്ട് വില്ലേജ് ഓഫീസാണ് ഇപ്പൊ കേരളത്തിൽ മുഴുവനുള്ളത്. പുതുപ്പള്ളി അവസ്ഥ എന്താ? അപ്പോൾ ഇവിടെ ഓൺലി പഞ്ചായത്തിലും അല്ലെ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ എല്ലാം സ്മാർട്ടാക്കി കാലത്തിനനുസരിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് അനുസരിച്ച് ഡിജിറ്റൽ അനുസരിച്ച് കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ആനുപാതികമായൊരു വികസനം പുതുപ്പള്ളിയിൽ ഉണ്ടായിട്ടില്ല. അത് 19 വർഷമായിട്ട് ഒരാൾ തന്നെ MLA ആണ്, മന്ത്രിയാണ്, തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്, ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, ആഭ്യന്തര മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ് 2 പ്രാവശ്യം. അവിടെയാ ജനങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. കാര്യമൊക്കെ ശരിയാ, നമുക്കെല്ലാം അദ്ദേഹത്തിന് പോകാനുള്ള ആളാ. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോക്കസ് മാറിപ്പോയി. ഇൻ കമ്പാരിസൺ അതർ കോൺസ്റ്റിറ്റ്യുവൻസീസ്, നൈബറിംഗ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ അതാണ് വികസനത്തെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ ഞാൻ വീണ്ടും അതിനോട് വരിക. ഈ 2 കൂട്ടരും ചെയ്യുന്ന എന്തിനാ കിടങ്ങൂരിനും മിണ്ടാത്ത? ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു.
UDF BJP ഒന്നിച്ച് എന്ന അവിശ്വാസം തോപ്പിച്ച് കടുങ്കൂര് ഭരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും UDF പ്രസിഡന്റും BJP വൈസ് ഇപ്പോഴും ഭരിക്കുക. എന്തേ മാറ്റം വരാത്ത, ഇത് രാജിവെപ്പിക്കാത്ത? അപ്പൊ അന്തർധാര ആര് തമ്മിലാ? അപ്പോൾ ഇത് ചെയ്യുന്ന എന്തൊക്കെയാണോ എന്താ? കേന്ദ്രത്തിൽ ന്യൂനപക്ഷങ്ങളെ മണിപ്പൂരൊക്കെ അടക്കുന്നത് നോബിൾ പറഞ്ഞ പോലെയാണോ വാസ്തവത്തിൽ? അവിടുത്തെ ബിഷപ്പ്, ബോംബെയിലെ ബിഷപ്പ് പറഞ്ഞാൽ പോരല്ലോ. അവിടുത്തെ ബിഷപ്പ് എന്താ പറഞ്ഞേ? മണിപ്പൂരിലെ ബിഷപ്പ് എന്താ പറഞ്ഞേ? അവിടെ നടന്നത് വർഗീയ ലഹളയാണ്, വംശീയ കലാപയാണ്. അവിടെ ഇതിനിടയിലേക്ക് നമുക്കിപ്പോ നമ്മുടെ വിഷയം അല്ലാത്തത് കൊണ്ട് നമുക്ക് മണിപ്പൂർ വിഷയം ഇപ്പൊ നമുക്ക് അതിലേക്ക് പോകണ്ട. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. ലോപ്പസ് സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വിഷയം ചർച്ച ചെയ്യണം. ലോപ്പസ് സാറിനോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അങ്ങൊരു അധ്യാപകനാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അങ്ങ് വിദ്യ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോ ഒരു വിദ്യാർത്ഥി മുഖാന്തരം ഒരു കോളേജ് 50 ദിവസത്തിലകം അടഞ്ഞു കിടന്ന് ആ കോളേജ് തല്ലിത്തകർത്ത അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി അങ്ങ് പോയി വോട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ അങ്ങേക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? നമ്മുടെ സ്ഥാനാർത്ഥിയെ പറ്റി നിങ്ങൾ ഒരു സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളെ അയാളുടെ മാത്രം കുഴപ്പം കൊണ്ടാണ് കുഴപ്പമുണ്ടത്. പല കോളേജിലും പ്രശ്നമുണ്ട്. ഞാൻ 133 കൊല്ലം അത്യാവശ്യം സംശയമൊന്നുമില്ല. ഇന്നലെ എന്റെ ഒരു പ്രിയ ശിഷ്യനായ ഗിരീഷ് ശർമ്മ ചന്ദ്രയാനില് അവിടെ ഇറങ്ങിയ റോവർ ഉണ്ടാക്കിയ ആള് എന്റെ ശിഷ്യനാ ഗിരീഷ് ശർമ്മ. അതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷെ ഇതിൽ അഭിമാനിക്കാൻ പറ്റുമോ? ഈ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു കോളേജ് എന്ന് പറയുമ്പോൾ അവിടെ സംഘടനാ പ്രവർത്തനം വരും, അവിടെ സമരം നടക്കും. അത് ഏതെങ്കിലും ഒരാളുടെ കിട്ടിയത് ശരിയല്ല. SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളൊക്കെ അവരുടെ SFIക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ SFI തോപ്പിക്കാത്തത്? ഇവിടെ KSUവും KSC ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥികളുടെ അംഗീകാരം നേടിയെടുത്തോണ്ടല്ലേ. വിദ്യാർത്ഥികൾ ബഹുഭൂരിപക്ഷം യൂണിവേഴ്സിറ്റി ആരാ ഭരിക്കുന്നത്? എന്തുകൊണ്ടാ? ആ വിദ്യാർത്ഥികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്, അവർക്ക് പിന്തുണയുണ്ട്, അവരുടെ കാര്യത്തിൽ അവർ നിൽക്കുന്നുണ്ട്. അതിന് ധീരമായി നേതൃത്വം കൊടുത്ത ആളാണ് JC തോമസ്. അതുകൊണ്ടല്ലേ അയാൾ നേതാവായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലേ അയാൾ പുതുപ്പള്ളിക്കാരൻ എണ്ണി പറയുന്നത്. അപ്പൊ തീർച്ചയായും പുതുപ്പള്ളി കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ. കലാലയങ്ങൾ തല്ലി പൊളിച്ചാലും കുഴപ്പമില്ലെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? തല്ലിപ്പൊളിച്ച് പറഞ്ഞില്ലല്ലോ. പല സ്ഥാപനങ്ങൾ അവർ മാത്രം ഇപ്പൊ KSUവിന്റെ നേതാവ് കൊലപാതകം ഇന്നലെ അവിടെ നിന്ന് വോട്ട് പിടിച്ച് പറഞ്ഞില്ലേ? എവിടെ? ഇടുക്കിയിലെ കോളേജില് ഒരു SFIക്കാരനെ കുത്തിക്കൊന്ന ആളാ, KSUക്കാരനല്ലേ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നം KSUവിന്റെ ആളാണ് അവിടെ കൊന്ന ആളാണ് ഇവിടെ പ്രതിയായിട്ട് നിൽക്കുന്നത്. ആരെ കൊന്ന? SFIക്കാരനെ കൊന്നത്. അപ്പൊ പലയിടത്തും തുടങ്ങും SFIക്കാരൻ കൊന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഇന്ത്യയിലെ ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളുണ്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ. അവിടെ പോലും BJP അധികാരത്തിലേറി. എന്നാൽ ഈ നമ്മുടെ കേരളത്തിൽ പൊതുവെ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ. ഈ കേരളത്തിൽ BJPക്ക് ഇതുവരെ കാര്യമായ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടിരിക്കെ, ഈ LDFും UDFും ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായതുകൊണ്ടാണ് BJPക്ക് ഇവിടെ കാര്യമായ ഒരു സ്വാധീനവും ചെലുത്താൻ ഇതുവരെ കഴിയാതെ പോയത്. എന്താണ് വാസ്തവം? ഒന്ന്, കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരമായതുകൊണ്ടാണ് BJPക്ക് ഒന്നും നേടാൻ കഴിയാത്ത എന്ന ചോദ്യത്തിന് മറുചോദ്യം, അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ പ്രബുദ്ധരല്ലേ? ഇന്ത്യയിലെ ജനങ്ങൾ കഴിഞ്ഞ 2 പ്രാവശ്യവും BJPയെ തന്നെ അല്ലേ കൂടുതലും മറ്റു സംസ്ഥാനങ്ങളിൽ കയറിയത്? കേരളത്തിൽ എന്താ സംഭവിച്ചു? അല്ല, ഞാൻ പറയട്ടെ, കേരളത്തിലെ ജനങ്ങൾ നമ്മളിപ്പോഴും ഒപ്രഷൻ ഓഫ് ദ പ്രിന്റഡ് വേൾഡ്, ഒപ്രഷൻ ഓഫ് ദ മീഡിയ, ഈ ചില മീഡിയകള് നമ്മളെ അടിമകളാക്കി വെച്ചിട്ടുണ്ട്. ആ മീഡിയ പ്രചരണം നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ശരിയാണെന്ന് വിശ്വസിച്ചു പോകുന്നു. അതാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ ജ്യേഷ്ഠന്മാർക്ക് കൊടുത്തതിന്റെ പകുതി സമയം എനിക്ക് തന്നെ വെച്ചാൽ മതി, മുഴുവൻ സമയം എനിക്ക് വേണ്ട. ഇവിടെ കേരള കോൺഗ്രസ് ഉണ്ടായത് കേന്ദ്ര വിരുദ്ധ സമരവും കൊണ്ടാണ്. ഇപ്പൊ ലോപ്പസ് സാറ് പറഞ്ഞു സംതൃപ്തമായ കേരളം. സംതൃപ്തമായ കേരളമല്ല, മാണി സാറിന്റെ അധ്വാനവർഗ സിദ്ധാന്തത്തിൽ പറയുന്നത് സമൃദ്ധമായ കേരളം, EJ ജോസഫ് സാറിന്റെ സിദ്ധാന്തത്തിൽ പറയുന്നത് സമൃദ്ധമായ കേരളം. ആ സമൃദ്ധമായ കേരളമാണോ ഇവിടെ? കാർഷിക രംഗത്തിന്റെ കാര്യം ഇവര് സൂചിപ്പിച്ചു. ഇവര് മാറി മാറി ഭരിച്ചു. നമ്മളും ഒക്കെ ഒത്തിരി സമരത്തിന് വേണ്ടി. ഇപ്പൊ കേരളത്തിൽ 8 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നെൽ ഉൽപാദനം ഉണ്ടായിരുന്നു 50 വർഷം മുമ്പ്. ഇപ്പൊ കേരളത്തിൽ 1.25 ലക്ഷം ഹെക്ടർ സ്ഥലം മാത്രമേ ഉള്ളൂ. ആരാണ് ഉത്തരവാദി? മാറി മാറി ഭരിച്ചു. റബ്ബറിന്റെ കാര്യം പറഞ്ഞു. റബ്ബറിനെ ഇപ്പോഴും രാജചേട്ടൻ അന്ന് MP ആയിരുന്നു. ഇപ്പോഴും ആ റബ്ബറിനെ ഇൻഡസ്ട്രിയൽ ഇൻപുട്ടായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ റബ്ബറിനെ ഒരു കാർഷിക ഉൽപ്പന്നമായിട്ട് ഡിഫൈൻ ചെയ്യാൻ ഇവർക്കാർക്ക് സാധിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടട്ടെ, ഞങ്ങൾ ഇതൊക്കെ സമ്മതിക്കും. പിന്നെ രണ്ടാമത് കിസാൻ സമ്മാൻ പദ്ധതി ഇന്ത്യയിൽ ഞാൻ പറയട്ടെ രാജചേട്ടാ,
ഈ അവസാന ഒന്നാം മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അന്നാണ് കിസാൻ സമ്മാൻ പദ്ധതി കഴിഞ്ഞ 9 വർഷമായിട്ട് നിങ്ങൾക്ക് ഈ ചാൻസ് നിങ്ങളുടെ കയ്യിലിരിക്കില്ലേ? നിങ്ങൾക്ക് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇത് പരിഹരിക്കാമായിരുന്നല്ലോ. രാജേട്ടൻ ഞാനൊന്ന് പറയട്ടെ, 6000 രൂപ അന്ന് പ്രതിവർഷം പ്രഖ്യാപിച്ച സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ എന്നറിയാം, അയ്യേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കർഷകർക്ക് തെണ്ടിപ്പണം കൊടുക്കുന്നു, ദിവസം 28 രൂപ വെച്ച് കൊടുക്കുന്നു, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, ശരിയല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ കോട്ടയം ജില്ലയിൽ 2,75,000 പേര് ഈ കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം പ്രതിവർഷം 6000 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി ആർക്കും ഇങ്ങനെ കാശ് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നവരെ മറ്റു പലരുടെ കാശായിരിക്കും. അതിൽ കൂടുതൽ തുക ഇവിടെ ചെലവഴിച്ചിരിക്കുന്നു. ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 25,000-ലധികം ആൾക്കാര് കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കർഷകർക്ക്, നമ്മൾ കർഷകരുടെ പാർട്ടിയാണല്ലോ, കർഷകർക്ക് ഇത് കൊടുത്ത 6000 രൂപ വെച്ച് കൊടുത്ത പ്രസ്ഥാനമാണ് BJP. ആ 24,000 രൂപ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ പിണറായിയുടെ കാര്യം പറഞ്ഞു. പിണറായി മണർകാടും ഞാൻ പറയട്ടെ, മണർകാടും ഒക്കെ വന്ന് പ്രസംഗിച്ച എന്താ പിണറായി പറഞ്ഞു, ഞങ്ങൾ ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തില് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഇന്ത്യയിലാകെ BJP മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക, ഇന്ത്യയിലെ പുത്തൻ വിദ്യാഭ്യാസ നയമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ നടക്കും, അതിൽ പക്ഷെ ഞങ്ങൾ കേരളത്തിൽ അതിലൊന്നും മാറ്റം വരുത്തില്ല. എന്താണെന്നറിയാം അദ്ദേഹം പറഞ്ഞു, ഗാന്ധിവധത്തിന്റെ കാര്യം, നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ കൊന്ന കാര്യം പല സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, ഞങ്ങൾ ഇവിടെ അത് തുടരാൻ ശ്രമിച്ചു. ആരാണെന്നറിയാമോ ഇത്? നാഥുറാം വിനായക് ഗോഡ്സെ. നോബൽ മന്ത്രി, സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഇടപെടുകയാണ്. എന്റെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരിക. BJPക്ക് എന്തുകൊണ്ട് കേരളത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല? ഇപ്പോ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ എടുക്കുക. ഒരു മിനിറ്റ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ എടുക്കുക. 2016 തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ മത്സരിച്ച ജോർജ് കുര്യൻ, അദ്ദേഹം ഏതാണ്ട് 16,000-ഓളം വോട്ട് നേടി. 21 തെരഞ്ഞെടുപ്പിൽ N ഹരി, അത് 11,000 ചെല്ലുവാനായി. നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് K നാരായണക്കുറുപ്പാണ് ഈ പുതുപ്പള്ളി മത്സരിച്ചത്. നിങ്ങൾ സമ്മതിക്കുക. പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ വികസനത്തെ കുറിച്ച് പറഞ്ഞു. 1991 അന്ന് രമേശ് ചെന്നിത്തല ഇവിടെ MP ആയിരുന്നു. ഞാൻ അന്ന് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് മെമ്പറായിരുന്നു. അന്ന് മാണി സാറ് കാഞ്ഞിരപ്പള്ളി വന്നൊരു യോഗം കൂടി. എന്താണെന്നറിയോ? ശബരി റെയിൽവേ അങ്കമാലി, കാലടി, മൂവാറ്റുപുഴ, തൊടുപുഴ, പാല, ഭരണങ്ങാനം, കാഞ്ഞിരപ്പള്ളി, റാന്നി, പത്തനംതിട്ട, പത്തനാപുരം വഴി തിരുവനന്തപുരത്തേക്ക്, ഇതാ കോട്ടയത്തു നിന്ന്, കോട്ടയം, കഞ്ഞിക്കുഴി, മണർകാട്, പാമ്പാടി, 14 മൈല്, വാഴൂര്, പൊൻകുന്നം വഴി കോട്ടയത്തു നിന്ന് വരുന്നു. രണ്ടും കൂടി യോജിക്കുന്നത് കുരിശിങ്കൽ വേണോ അല്ലെങ്കിൽ പേട്ടക്കവലെ വേണോ എന്നുള്ള ചർച്ചയായിരുന്നു. തർക്കമായി. ഞങ്ങൾ കുരിശിങ്കൽ വേണമെന്ന് പറഞ്ഞു. അവസാനം മാണി സാർ പറഞ്ഞു, കുരിശിങ്കൽ വേണ്ട, പേട്ടക്കവലയും വേണ്ട, നമുക്ക് ചന്തക്കവലയിലാക്കാം. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഈ ഉമ്മൻചാണ്ടിക്ക് ആത്മാർത്ഥ അദ്ദേഹം വലിയ ആളല്ലായിരുന്നു, എത്രയോ വലിയ നേതാവായിരുന്നു. ആത്മാർത്ഥ ഉണ്ടായിരുന്ന റെയിൽവേ കൊണ്ടുവരായിരുന്നു. എന്തുകൊണ്ട് ആ റെയിൽവേ വന്നില്ല? അതിന്റെയൊക്കെ പിന്നിലെ ഗൂഢാലോചനകളുണ്ട്. ഇതൊന്നും നടക്കില്ല. പിന്നെ കുഴൽനാടന്റെ കാര്യം പറഞ്ഞു. ഈ കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചു. ഉന്നയിച്ചപ്പോൾ കുഴൽനാടനെതിരെ കേസുകളെടുത്തു. അപ്പൊ കുഴൽനാടനെതിരെയുള്ള ഈ കുറ്റം എന്തുകൊണ്ട് അന്ന് വിജിലൻസ് കേസെടുത്തില്ല? അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ കോൺഗ്രസും CPM-ഉം തമ്മിൽ അന്തർധാരയുണ്ട്, ഒരുമിച്ചാണ് പോകുന്നത്. ഇവര് കേരള നിയമസഭ പെട്ടെന്ന് വെട്ടിച്ചുരുക്കി. മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം വന്നു. ആ അഴിമതി ആരോപണത്തെ കുറിച്ച് ചർച്ച നടന്നില്ല. ഈ അഴിമതി ആരോപണം വന്നു, മാസപ്പടി കേസ് വന്നപ്പോൾ അവര് മാത്രമല്ല, OC ഉണ്ട്, RC ഉണ്ട്, ഏതായാലും BJJ ഒന്നും ഇല്ല. അതിൽ നമുക്ക് സന്തോഷിക്കാം. ജോസ് കെ മാണി ഇല്ല, പണ്ട് സെല്ലാ കേസിലുണ്ടായതുകൊണ്ട് ഇപ്പൊ അതിലൊന്നും ഇല്ല. അതൊക്കെ നമുക്ക് സന്തോഷിക്കാം. ഏതായാലും അവർക്കെതിരെയുള്ള ആരോപണത്തെ കുറിച്ച് ചർച്ച ചെയ്യാതെ കേന്ദ്രം കൊണ്ടുവരാൻ, ജനിക്കാത്ത കുഞ്ഞിന് ജാതകം എഴുതുക, കേന്ദ്രം കൊണ്ടുവരാനിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡിനെതിരെ പ്രമേയ പാസാക്കി പിരിഞ്ഞു. ആണല്ലേ ഇതൊക്കെ ചെയ്യാം? അതുകൊണ്ട് നടക്കും. കേന്ദ്രം അത് കൊണ്ടുവരും. അതുപോലെ തന്നെ കാർഷിക നിയമം പ്രഖ്യാപിച്ചു. അതിനെതിരെ വലിയ സമരം നടത്തി. പക്ഷെ ഞങ്ങൾ അവിടെ നടപ്പാക്കേണ്ടതൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് കോർപ്പറേറ്റ് സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുള്ള, അതനുസരിച്ച് കേരളത്തിൽ നമ്മളൊക്കെ പറഞ്ഞില്ല, ഉത്പാദനം, വിപണനം, സംസ്കരണം, ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ നേട്ടങ്ങൾ കേരളത്തിനും ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ ഒന്നും ഇപ്പൊ പറയുന്നല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരും എന്നൊക്കെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2019 അന്ന് ഒരു രക്ഷയില്ലാഞ്ഞിട്ട് ഒരു പത്രം ഇറങ്ങി. ഇതാ പ്രിയങ്ക ഗാന്ധി വന്നു, ഇന്ദിരാഗാന്ധിയുടെ അതേ കണ്ണ്, മൂക്ക്, അതേ നാക്ക്, അതേ നെഞ്ചവ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കിട്ടിയോ? രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റു. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പേരിൽ കേരള കോൺഗ്രസുകാരൊന്നും വഞ്ചിതരാകരുത്. രണ്ടുപേരും കൂടെ ഒന്നായാലും കാര്യമില്ല. ഒന്നായിട്ട് ഒന്നും ഒരു കാര്യമില്ല. രണ്ടുപേരും കൂടെ ഒന്നായിട്ട് എത്ര സീറ്റ് കിട്ടും? 2 സീറ്റ് കിട്ടുമോ? കിട്ടില്ല.
അപ്പൊ അതുകൊണ്ട് രണ്ട് മുന്നണിയിൽ മത്സരിച്ചപ്പോ ഇവര് ഇവിടെ നാളെ മുംബൈയിലുള്ള സൗണ്ട് പോകുന്നു നോബൽ മാത്യു, സൗണ്ട് ക്ലിയർ ആവുന്നില്ല, ഇടയ്ക്ക് കട്ടായി പോകുന്നു. ശക്തമായ കട്ടായി പോകുന്നു. ഉണ്ടാകണമെങ്കിൽ ഓക്കെ, 2016 തെരഞ്ഞെടുപ്പിൽ ഈ കോട്ടയിലെ ഞാൻ തന്ന നല്ല മുൻകൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു. ദില്ലിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ഞങ്ങൾക്ക് സാഹചര്യങ്ങളിൽ 31,500 വോട്ട് കിട്ടി, വൈക്കത്ത് 30,000 വോട്ട് കിട്ടി, ഏറ്റുമാനൂർ 29,000 വോട്ട് കിട്ടി. അന്ന് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ഒരു സ്ഥലമാണ് 16,000 വോട്ട് നമ്മുടെ പുതുപ്പടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കുറഞ്ഞു, ശരി, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അത് ഈ പ്രചരണം നടത്താം കേരളത്തിലാണ്. ഞങ്ങള് മാറും. ഈ കേരളത്തില് ഇതാ കൊടുത്തിരിക്കുന്നു. ഇനിയും ഒരു 3 മാസത്തിനകം 3-ാം വന്ദേ ഭാരതം കൊടുക്കാൻ പോവുക. ഓണത്തിന് സമ്മാനമായിട്ട് ഗ്യാസിന്റെ വില 200 രൂപ. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ, ആ സർക്കാരിന് എതിരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ കാണിക്കുന്നതെന്നല്ലാതെ ഇവർ രണ്ടും വന്നാലൊന്നും ചെയ്യാനൊക്കില്ല. ഇവിടെ ലൗകിക വിഷയം ഉണ്ടായപ്പോൾ ഇവരാരും ഇല്ലായിരുന്നല്ലോ പ്രതികരിക്കാൻ, ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ പ്രതികരിക്കാൻ. ഇവിടെ ഇപ്പം കേരളത്തെ നമ്മുടെ ഓഡിയോ ഒട്ടും ക്ലിയർ ആകുന്നില്ല ശ്രീ നോബൽ മാത്യു. നമ്മുടെ അങ്ങയുടെ ഓഡിയോ ഒട്ടും ക്ലിയർ ആകാത്തതുകൊണ്ട് ഞാൻ അടുത്ത ഗസ്റ്റിലേക്ക് പോവുകയാണ്. ശ്രീ ലോപ്പസ് മാത്യു, ഈ ഭരണവിരുദ്ധ വികാരവും ഉമ്മൻചാണ്ടി അനുകൂല തരംഗവും ഉണ്ടെന്നാണ് UDF അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ജയ്ക്ക് ഒരു റെക്കോർഡ് തോൽവിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതേ ഈ പ്രതിപക്ഷ നേതാക്കന്മാർ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ മാത്രമല്ലേ, അവരുടെ അവസ്ഥ. ആ ആരോപണങ്ങൾക്കൊന്നിനും കൃത്യമായ ഒരു മറുപടി പറയാൻ പറയാതെ മുഖ്യമന്ത്രി തികഞ്ഞ മൗനത്തിലായിരിക്കുന്നു. മറ്റ് സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം എത്തിപ്പോകുന്നു, മറ്റ് നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ അവര് ചൂടാകുന്നു. ബിസിനസ്സിലൊക്കെ പൊക്കോട്ടെ, എന്തിനാ കാലത്ത് ഉച്ചയ്ക്ക് പോയിട്ട് നമ്മൾ ആവശ്യമില്ലാതെ മറുപടി പറയുന്നത്? വാസ്തവത്തിൽ ഇവര് യഥാർത്ഥി പറയുന്ന സ്ഥിതി എന്താ? KPC പ്രസിഡന്റ് അവസ്ഥ എന്താ? KPC പ്രസിഡന്റ് ജീവിതകാലം മുഴുവൻ ശിക്ഷിച്ച മോൻസൺ മാവുങ്കൽ, ജീവിതപര്യന്തമല്ല, ജീവിതകാലം മുഴുവൻ ശിക്ഷിച്ച മോൻസൺ കാവുങ്കൽ 1-ാം പ്രതി, KPC പ്രസിഡന്റ് 2-ാം പ്രതി, 3-ാം പ്രതി IG ലക്ഷ്മണൻ, 3-ാം പ്രതി KPC പ്രസിഡന്റ് PA, 4-ാം പ്രതി IG ലക്ഷ്മണൻ, 5-ാം പ്രതി DAG സുരേന്ദ്രൻ. ഇതാണ് ഒരു കേസ്. ആ കേസിൽ 12 തവണ പോയെന്ന് അദ്ദേഹം പറയാം. EDക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാ KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം അന്യരാജ്യത്ത് പോയി പ്രളയം ഉണ്ടായപ്പോൾ കാശ് പിടിച്ചോണ്ട് വന്ന് വീട് വെച്ചിട്ടില്ല, കേസ് നിൽക്കുക. ഈ പറയുന്നവരെ അവരെ സംബന്ധിച്ച് അവരെല്ലാം ക്ലിയർ ആണോ? അവർ ക്ലിയർ അല്ല. വാസന അവരുടെ അവസ്ഥ എന്താ? അപ്പൊ അവര് അവരുടെ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഭരിക്കുന്നവരെ സംബന്ധിച്ച് പറയാ യഥാർത്ഥ ഭരണരംഗത്ത് ഇവിടെ അഴിമതി ഇല്ലെന്നായിരിക്കും എന്നുള്ളതല്ലേ സത്യം. ഏത് അലങ്കാരം ചെയ്താലും PI ക്യാമറ വന്നു, അതിനെതിരെ കൊണ്ടുവന്നു അഴിമതി ആരണം കൊണ്ടുവന്നു. ഇപ്പൊ രാജ്യത്ത് സംസ്ഥാനത്ത് എല്ലാ ദിവസവും 5, 6, 7, 10 പേര് മരിച്ചുകൊണ്ടിരുന്ന വണ്ടി ഓടുന്നത്, അതിന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഡിസിപ്ലിൻ ആയിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചിരിക്കുന്നു, ഹെൽമെറ്റ് വെക്കുന്നു, അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കുന്നു. ഈ രാജ്യം പുരോഗമിക്കണ്ടേ? ഈ സംസ്ഥാന ജനങ്ങളെ ഇത്രയും വിദ്യാഭ്യാസ സംസ്കാരമുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിയമങ്ങളൊക്കെ വലിച്ചു വരുന്നു, അതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഏത് നല്ല കാര്യം വന്നാലും ആരോപണം ഉന്നയിക്കുക. ഇവിടെ 1,30,000 സ്വയം സംരംഭങ്ങളാണ് വ്യവസായ വകുപ്പ്. കേരളം ഒരു വ്യാവസായിക സംസ്കാരമുള്ള സംസ്ഥാനം അല്ലായിരുന്നു. ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു രാസ വ്യവസായം ആലുവായിലും ഒരു തിരുവനന്തപുരത്തും ടൈറ്റാനിയത്തും ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥാനത്ത് മാറി ഇന്ന് കേരളം വ്യവസായ അനുകൂല ആയി മാറിയിരിക്കുക. ഈ രാജ്യ വ്യവസായ മന്ത്രിയായ ശേഷം ഇടതുപക്ഷ ഗവൺമെന്റ് 1,30,000 ഉണ്ടായി എന്ന് പറഞ്ഞാൽ 20 ലക്ഷം ആളുകൾ തൊഴിൽ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ IT മേഖല കേരളം മുഴുവൻ, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കോ അല്ലെ കൊച്ചിയിൽ ഇൻഫോ പാർക്കോ അല്ലെ കോഴിക്കോട്ടെ സൈബർ പാർക്കോ മാത്രമല്ല, ലക്ഷക്കണക്കിന് സ്ക്വയർ ഏരിയ നിർമ്മിച്ചുകൊണ്ട് കേരളം മുഴുവൻ IT ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അത് ഏറ്റവും പ്രതീക്ഷാനിരഹമായി ഇവിടെ ചെറുപ്പക്കാർ നിൽക്കുക. എല്ലാ മേഖലയും ഞാൻ പറഞ്ഞ ഏറ്റവും അതിദരിദ്രരായവര്, അതുപോലെ അഭ്യസിതരായ സ്ത്രീകള്, വീട്ടിലിരിക്കുന്നവർക്ക് അവർക്ക് അടുത്തൊരു ജോലി കിട്ടുക, നമ്മുടെ കുടുംബശ്രീക്കാർക്ക്, നമ്മുടെ തൊഴിലുറപ്പുള്ള സ്ത്രീകൾക്ക്, ഇതിനൊക്കെ കേന്ദ്ര സഹായം കുറച്ച് കിട്ടണം. അത് കിട്ടുന്നില്ല. അത് കിട്ടാനുള്ള സഹായം UDF ചെയ്യുന്നില്ല, MP മാരെ സഹായിക്കുന്നില്ല.
അതിന് പകരം കേരളത്തിലെ ഗവൺമെന്റ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവർ സന്തോഷിക്കുക, അവർ വേറെ ആരോപണം ഉന്നയിക്കുക. ഇത് രണ്ടും കൂടെ എങ്ങനെ? അതിന് എന്തൊരു ആനുകൂല്യം കൊടുത്തില്ലെങ്കിൽ, കർഷകന്റെ ആനുകൂല്യം അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ DA കൊടുത്തില്ലെങ്കിൽ അയ്യോ കൊടുക്കണമെന്ന് പറയും. കൊടുക്കാനുള്ള കാശ് കിട്ടാനുള്ള ഒരു സ്റ്റെപ്പും ഇല്ല, അത് സഹായിക്കല്ല. കേന്ദ്രത്തിൽ പോയി സഹായിക്കല്ല. കേന്ദ്രം സഹായിക്കാതെ ഒരു സ്റ്റേറ്റിന് മുന്നോട്ട് പോകാൻ പറ്റും? ഇതൊരു ഫെഡറൽ രാജ്യമല്ലേ? ടാക്സ് കൊണ്ടുവന്ന ആരാ? ഇവിടെ നരേന്ദ്രമോദി 2014 വന്നപ്പോ 47 രൂപയായിരുന്നു 1 ലിറ്റർ പെട്രോളിന്, ഡീസലിന്. ഇപ്പൊ എത്ര രൂപയാ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2014 ഞാൻ എണ്ണ തിരുവനന്തപുരം പോകുമ്പോ നമ്മൾ 1000 രൂപ കൊടുത്താൽ 20 ലിറ്റർ ആ സ്ഥാനത്ത് നിന്ന് എത്ര കിട്ടും? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഇതെല്ലാം പാവങ്ങളെ നിങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക, ടാക്സ് അടിച്ചു കൂട്ടുന്നു, ഇൻകം ടാക്സ് കൂട്ടുന്നു, GST അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ടൊന്നും തരികയില്ല. അപ്പൊ അതിന് നമ്മൾ ഒന്നും നമുക്ക് ഞാൻ സാറേ സമയത്തിന്റെ പരിമിതി മൂലം ഒന്ന് ഇടപെടുകയാണ്. മണിപ്പൂര് കത്തി എരിഞ്ഞപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? ഇത് നോബളൊക്കെ ആലോചിക്കണം. അതേ അമേരിക്ക പോയി, ഫ്രാൻസിൽ പോയി കച്ചവടം നടത്തുക, ആയുധ കച്ചവടം നടത്തുക. ഇവിടെ കത്തി എരിയുക, മനുഷ്യരെ വെടിവെച്ച് കൊല്ലുക, ബലാത്സംഗം ചെയ്യുക, സ്ത്രീകളെ തുണിയില്ല നടത്തുക. പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാ, നാണക്കേടാ. എന്നിട്ട് ബോംബെ ബിഷപ്പ് പറഞ്ഞെന്ന് വാസ്തവത്തിൽ ആലോചിക്കുക. മണിപ്പൂർ ബിഷപ്പ് എന്താ പറയാ? അവിടെ പോയി കണ്ടതാ. ജോസ് കെ മാണിയും തോമസ് ചാഴികാടനും MP അവിടെ പോയി നേരിട്ട് കണ്ടതാ. ഈ ജയിക്ക് നമുക്കറിയാവോ? ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ മണിപ്പൂർ ആദ്യം പോയാണ്, ഫ്രാൻസിസ് മണിപ്പൂരാണ് ജയിക്കാണ് ഏറ്റവും ആദ്യം മണിപ്പൂർ പോകുന്ന വിഷയം ഉണ്ടായപ്പോ ആ ചെറുപ്പക്കാരൻ പോയി. നമ്മൾ കാണേണ്ട കാര്യം, നമ്മളെ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, സാമൂഹ്യ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ശ്രീ ചെറുപ്പക്കാരാണ് മണിപ്പൂർ പോയി ആ ജനങ്ങളോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ച ചെറുപ്പക്കാരൻ ജയക്തി തോമസ്. നല്ല ഒന്നാമത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അവിടെ ജനങ്ങൾ ജയിപ്പിക്കും. നമുക്ക് കാത്തിരിക്കാം. ഒരു 3-4 ദിവസം കൂടെ നമുക്ക് കാത്തിരുന്നാൽ മതിയാവുമല്ലോ. ശ്രീ ഫ്രാൻസിസ് ജോർജ്, അവസാനമായ ഒരു ചോദ്യം. ലോപ്പസ് സാറ് പറയുന്നതനുസരിച്ച് 139 മണ്ഡലങ്ങളിലും വികസനം പൂത്തൊലഞ്ഞു നിൽക്കുകയാണ്, പുതുപ്പള്ളി ഒഴിച്ച്. അതുകൊണ്ട് ജയിക്കിന്റെ വിജയസാധ്യതയിൽ യാതൊരു സംശയവും അദ്ദേഹത്തിനില്ല. ചാണ്ടി ഉമ്മൻ പരാജയപ്പെടുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ? അങ്ങനെ അവകാശപ്പെടാനുള്ള എല്ലാ അവകാശവും പ്രിയപ്പെട്ട ലോപ്പസ് മാത്യുവിനുണ്ട്. ഇവിടെ ശ്രീ നോബിളും കുറെ കാര്യങ്ങൾ പറയുണ്ടായി. ഞാനിത് വളരെ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. ഇതിപ്പോ LDFും BJPയും അല്ലെങ്കിൽ NDAയും ഒരേ മാതൃകയിലാണ് സംസാരിക്കുന്നത്. അവർക്കെതിരെ വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, അതിനൊന്നും കൃത്യമായി മറുപടി പറയാതെ ഇതിങ്ങനെ പടപ്പേ തല്ലിയെന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുമല്ലോ, ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കാമെന്നും തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാമെന്നും വിചാരിക്കുന്നില്ല. അങ്ങ് അമ്പെ തെറ്റിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ പുതുപ്പള്ളിയിൽ വികസനം നടന്നില്ല എന്ന് പറയാം. എന്റെ കയ്യിൽ 3 ഷീറ്റ് പേപ്പർ ഇരിപ്പുണ്ട്. വിദ്യാഭ്യാസം, ആശുപത്രികൾ, അതുപോലെ തന്നെ റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ, വ്യവസായം, പാലങ്ങൾ തുടങ്ങി നീണ്ട ഒരു ലിസ്റ്റ് ഈ 53 വർഷക്കാലം ഇവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുണ്ട്. അതുകൊണ്ട് വികസനം എല്ലാം പൂർത്തിയായിരുന്നില്ല. ഒരു നിയോജക മണ്ഡലത്തിലും ഒരു സംസ്ഥാനത്തും 50 വർഷം കൊണ്ടൊന്നും വികസനം പൂർത്തിയാകാൻ പോകുന്നില്ല. അതിനിയും കാലങ്ങൾ എടുക്കും. പക്ഷെ ഇവിടെ ഒന്നും ചെയ്തില്ല, മറ്റെല്ലായിടത്തും എല്ലാം ചെയ്തു എന്ന് പറയുന്നത് അത് വെറുതെ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുക, ജനങ്ങളെ വിട്ടിയാക്കുന്ന ഒരു ഏർപ്പാടാണ്. ശ്രീ ലോപ്പസ് മാത്യുവിനെ പോലെ ഒരു അധ്യാപകൻ അദ്ദേഹം അങ്ങനെ പറയരുത്. വസ്തുതാപരമായിട്ട് സംസാരിക്കണം. നോബിളിന് ഇന്ന് അദ്ദേഹം ചെന്ന് ചേർന്നിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വളരെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ മണിപ്പൂരിൽ ഇവിടെ എന്താ പറഞ്ഞ ചന്ദ്രനിൽ കാലുകുത്തി എന്നാ പറയുന്നത്. ഇവിടുത്തെ സ്ഥിതി എന്താ? ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സ്വന്തം നാട്ടിൽ കാലുകുത്താൻ സ്ഥലമില്ല, കാലുകുത്താൻ നിവൃത്തിയില്ല. നമ്മളിപ്പോ ചന്ദ്രനിൽ പോയി കാലുകുത്തിയിട്ട് എന്താ കാര്യം? മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് അവിടെ കാലുകുത്താൻ നിവൃത്തിയില്ല. ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം വീട്ടിലും നാട്ടിലും കാലുകുത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനിപ്പോ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ ഇവര് പറഞ്ഞ കാര്യങ്ങൾ ഓരോ ചുരുങ്ങിയ വാക്കുകളിൽ പക്ഷെ കൃത്യമായി ഞാൻ പറയുന്നു, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ദേശീയ തലത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ തികച്ചും ജനാധിപത്യപരമായി അക്രമമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനാധിപത്യ വിരുദ്ധ നടപടികളിലൂടെയല്ല, ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരം അത് ജനങ്ങൾ ഉപയോഗിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കത് കാത്തിരുന്ന് കാണാം. പുതുപ്പള്ളിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രതീക്ഷയോടെ 3 പേർക്കും കാത്തിരിക്കാം. 8-ാം തീയതി ഫലം വരുമ്പോൾ ആര് ജയിക്കും, ആര് തോൽക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമല്ലോ.
അതുവരെ ശക്തമായ പ്രചരണങ്ങൾ മൂന്ന് മുന്നണികളും തുടരുക. വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടി ചാണ്ടി ഉമ്മൻ ജയിച്ചു കയറുമോ, അതോ 54 വർഷത്തെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ജയിക്ക് വിജയത്തേരിലേറുമോ? BJP എത്രമാത്രം നേട്ടമുണ്ടാക്കും? നമുക്ക് കാത്തിരിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി.